ചെറിയ ആട്ടിക്കൂട്ടം കഴിയുന്ന കർത്താവ് തൻ്റെ അത്യന്തം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ എന്നോട് കൂടാൻ ദൈവം തന്ന ഈ അവസരത്തെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ബോർഡ് വന്നിട്ട് 6-7 വർഷമായി. വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സുവിശേഷത്തോട് എനിക്ക് ഒത്തിരി താല്പര്യമുള്ള ഒരാളാണ്. കാരണം എൻ്റെ ജീവിതത്തിന് അനുഭവമായതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് 2-3 തവണ നമ്മൾ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് വളരെ ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് പെട്ടെന്ന് വെച്ചത്. കാരണം ചില സാഹചര്യം കൊണ്ടെങ്കിലും നമുക്ക് ഇത്രയും തിരക്കിലൂടെ കൂടെ വരാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാറ് ന്യൂയോർക്കിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ട് 40 വർഷമായി. എങ്കിലും ജീവിതത്തിലെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയാനിടയായ ദൈവത്തിലാണ്. ന്യൂയോർക്കിൽ നമ്മുടെ യാക്കോബായ പള്ളിയിൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളോട് അവിടെ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ലോകത്തിൽ പല സ്ഥലത്തും പോയി അദ്ദേഹം സുവിശേഷം പറയാൻ പോകാറുണ്ട്. അടുത്ത 2 ആഴ്ച അയർലൻഡിൽ 2-3 ആഴ്ച സുഖിക്ക് വേണ്ടി അദ്ദേഹം പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചതാണ് ദൈവം കാണിച്ച സന്മനസ്സിന് ദൈവത്തെ ബോധപ്പെടുത്തുക, അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ തുടക്കമായിട്ട് നമ്മുടെ ചോദിച്ച പുസ്തകം വായിച്ചു. എൻ്റെ ഭാര്യ പ്രിൻസി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ചെറിയൊരു അനുഭവം പറയും. അതിനുശേഷം ഞാനും എൻ്റെ ജീവിതത്തിൽ അല്പനേരം എൻ്റെ അനുഭവം പറയും. അതിനുശേഷം സാറ് വിശദമായിട്ട് നമുക്ക് മെസ്സേജ് തരും. 7-15 നമ്മുടെ പ്രോഗ്രാം തീർക്കാൻ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയോടെ എത്തിക്കാൻ ആശ്രയിച്ച് നമ്മുടെ ദൈവനാമം. സ്നേഹനിധിയുമായി ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന യേശുവപ്പ, ഈ നല്ലൊരു സമയം കർത്താവേ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2-3 പേരെ നാമത്തിൽ കൂടിയിരിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അറിയിച്ച ദൈവമേ, കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ യാതൊരു രക്തബന്ധമോ ഒന്നുമില്ലാത്ത ഞങ്ങൾ കർത്താവേ എൻ്റെ ദൈവമേ നിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ കർത്താവേ യേശുവപ്പാണ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവമേ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ എൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. എൻ്റെ യേശുവപ്പ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ അല്പകാലം കർത്താവേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവേ എൻ്റെ യേശുവപ്പ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവേ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ദൈവമേ അവിടുത്തെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന കർത്താവേ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ എൻ്റെ ദൈവമേ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ അവിടുന്ന് കർത്താവെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് ഒരു മാനസാന്തരം തരണമേ കർത്താവെ. എൻ്റെ യേശുവപ്പ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും കർത്താവെ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നീ തരുന്ന നിത്യസമാധാനം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കർത്താവെ എൻ്റെ ദൈവമേ ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ഞങ്ങൾക്ക് കർത്താവെ ഇടയായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ യാത്രയിലെല്ലാം അവിടെ ഞങ്ങളോട് കൂടിയിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾക്കെല്ലാം സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സമാധാനത്തോടെ കർത്താവെ എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് കർത്താവെ നിന്നെ സ്വീകരിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ദാസനോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ പൊന്ന നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം നൽകണമേ. ആമേൻ.
സ്തോത്രം സ്തോത്രം കാരണവാനും മനസ്സിലും സ്വാധീനം വിശ്വസ്തനുമായ യേശുവേ, ഞങ്ങളെ കർത്താവ് കൂട്ടിയെത്തിയനായ യേശുവേ, കർത്താവ് എളിയ ദാസിക്ക് തന്നതായ കർത്താവെ ദേശപ്പാൻ എനിക്കൊന്ന് വിവരിക്കാൻ കർത്താവെ, ഈ മക്കളുടെ മുമ്പിൽ കർത്താവെ, ഈ ഭാവിയും ദോഷിയായി എന്നെ സ്നേഹിച്ച സ്നേഹം പറയാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എനിക്ക് വാക്യം വായിക്കാം. സ്തോത്രം. 1 പേർക്ക് 1-ാം അധ്യായത്തിൻ്റെ 26-ാമുള്ള വാക്യം വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിക്കുവാൻ ദൈവം ലോകത്തിൽ ബോധമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ലോകത്തിൽ ഗുണഹീനവും നികൃഷ്ടവും ആയതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നമ്മളെ അവനാൽ ക്രിസ്തുവിരിക്കുന്നത്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടും ആയിരിക്കും. സ്തോത്രം. 1997 ജൂൺ മാസം വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് ഞാൻ ഈ വചനത്തെ കേൾക്കുവാനായി എനിക്ക് കൃപ കിട്ടിയത്. അതിന് ഞാൻ ഏതെല്ലാം പള്ളി വഴികൾ നടന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ഭർത്താവ് മരിച്ചു. അതിനൊന്നും പറഞ്ഞെങ്കിലും തിരുപ്പണി എടുത്തതും ഞങ്ങൾ ജീവിച്ചു മക്കൾ. എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 5 മക്കളും എൻ്റെ അമ്മയും കൂടിയ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് ജീവിച്ചതിന് ചോദിച്ചുകൊണ്ടിരുന്ന ചിഹ്നമുണ്ട്. ഒരു ദിവസം നേരം കൊടുത്താലും 3 പകല് 3 വീട്ടിൽ പണിയാൻ പോകും. അങ്ങനെ പണി കിട്ടി കഴിഞ്ഞാൽ വരാൻ കടന്നു വരും. അങ്ങനെ പല അയൽവക്കത്ത് പല വീടുകളിലേക്കിടയിൽ പശുവിനെ കിടന്നു എനിക്ക് ചെയ്യാവുന്ന എൻ്റെ ബോഡിയോട് ചെയ്യാവുന്ന എല്ലാം ചെയ്യും. രാത്രി അങ്ങനെയെല്ലാം പണിത് എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും പഠിപ്പിക്കണമെന്നുണ്ട്. ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും സ്കൂളിൽ പഠിപ്പിക്കാനും ഒന്നും നിവൃത്തിയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നടക്കണ വഴിയൊക്കെ എവിടെയാണ് പെൻസിൽ വഴിക്കോടെ സൂക്ഷിച്ചു പോകും. പെൻസിൽ എടുക്കണമെങ്കിൽ അത് കൈട്ടി എടുക്കും. പഴയ പുസ്തകങ്ങൾ ഇതെല്ലാം മേടിക്കാൻ പോകുമ്പോൾ ഈ എഴുതിയ ബുക്കുകൾ വാങ്ങിച്ച് കിട്ടും. അതുപോലെ ആ പുസ്തകം കിട്ടും. പലതും എടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് കുത്തിനി കെട്ടിയും പഴയ വസ്ത്രങ്ങൾ കിട്ടുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രമായിട്ടും പെറ്റിക്കോട്ടായിട്ടും തയ്ച്ചൊക്കെ കൊടുത്തെൻ്റെ മുന്നിൽ വളർന്നു. ഈ ഒരു ജീവിതം എൻ്റെ കർത്താവെ ഞാൻ ചിന്തിച്ചു. കർത്താവെ, ഈ വേർഷാപക്കളങ്ങനെ ഒരു രോഗി കിടന്നത് 38 വർഷമല്ലേ കിടന്നുള്ളൂ. ഞാൻ ഇത്രയും പ്രായം എന്നെ ഈ വേർഷാപക്കുളത്തിൽ നിന്ന് ഇത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സഹോദരി കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ട് മനസ്സിലാക്കപ്പെട്ട സഹോദരി എൻ്റെ വീടിൻ്റെ എനിക്ക് അതിൽ പറഞ്ഞ് ഒരിക്കലും കാര്യമില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ മോൻ എൻ്റെ തൊട്ടരിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ചിട്ടി വെച്ച് 10,000 രൂപയുടെ 5,000 രൂപയുടെ ചിട്ടി വെച്ച് കടക്കാരും അതെല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. അത് തരാതെ ഞാൻ അവർക്ക് കടക്കാരിയായി. അത് മുഴുവൻ വേദനയിലും സങ്കടത്തിലും യാതനയിലും ജീവിച്ച സമയത്ത് ആ സഹോദരി വന്നിങ്ങനെ ഈ വചനത്തിന് വരാനൊന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കാവുന്നതിൻ്റെ പരമാവധി കഷ്ടതകൾ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെ വന്ന് കേൾക്കാനോ കുട്ടിക്ക് പോകണ്ട. എൻ്റെ അവിടുത്തെ കാലത്ത് ഞാൻ അവിടെ അടുത്തുള്ള പള്ളിയിലും മലയാറ്റൂരും എല്ലാ സ്ഥലത്തും ഞാൻ പോകുന്നുണ്ട്. ഇന്ന് പള്ളിയിൽ പെരുന്നാൾ ഏറ്റുകഴിക്കാവുന്ന എങ്ങനെയെങ്കിലും ഞാൻ കടം മേടിച്ചാലും പെരുന്നാൾ ഏറ്റുകഴിഞ്ഞു ചെയ്യാവുന്ന നിധിപ്രവൃത്തികളെല്ലാം ചെയ്തു. പക്ഷേ അതെല്ലാം കാണുന്ന തുണിയായി. അവസാനം ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു സമയത്താണ് എന്നെ വിളിച്ചതും ഞാൻ പോയതും. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് അടിപൊളി പൈസ ഇല്ല. അന്നേരം ആ സഹോദരി പൈസ തന്നു. അത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴത് തന്നു. പക്ഷേ അത് ഞാൻ മേടിച്ചോണ്ട് പോകുന്ന സമയത്തും പിശാചിനുള്ള ഉപ്പില്ല, മുളയില്ല, കയ്പില്ല, എന്നോട് നാളെ പോകാനാണ്. പക്ഷേ എനിക്ക് പേടിയൊന്നു. ഈ ന്യായവിധി സ്ഥലത്ത് നീ നിബന്ധനക്ക് കഴിയില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ നാട് കളിച്ചു. ആ കിട്ടിയ പൈസയിൽ ഞാൻ യാതൊന്നും ചെയ്യാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഈ വന്നെ കേൾക്കാൻ പോയത്. പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പലരും എന്നെ വണ്ടിക്കൂടി എടുത്തവർ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിച്ച് പിന്നെ എനിക്ക് ആ വചനം കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ
ഞാൻ നല്ല നീതിപതിയായിട്ട് അമ്മേനെ നോക്കേണ്ടത് എല്ലാത്തിനും പറയുന്ന കുറേയൊക്കെ സഹിക്കും, കുറേയൊക്കെ നീതി പറയും, അങ്ങനെയൊക്കെ ജീവിച്ചു. ഞാൻ ചെന്ന് ഈ വധം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു 5 വയസ്സ് 4 വയസ്സായ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മുമ്പിലേക്ക് ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കാണിച്ചു. കർത്താവേ, ഞാനാണ് ഈ നീതിപതി എന്ന് പറഞ്ഞ് നടന്നത്. ഞാൻ ഒരു വാതിലുള്ള മുറിപ്പുണ്ട്, ആ വനസ്ഥത്തേക്ക് പോകും. ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനത്തെ ചെയ്യും, തിരിച്ചെങ്ങനെ പോകും? ഞാൻ മഹാഭാവിയാണല്ലോ കർത്താവേ. അപ്പം അവിടെ സാക്ഷ്യം പറയുന്നവരെല്ലാം തിരിച്ചു കൊടുത്തോണ്ട് ഞാൻ നേരെ ഓർത്ത് എന്ത് ദൈവം ഇവർ കൊടുത്തത്, ഞാൻ എന്തോരം സാധനം കൊടുത്താലാ? ഇങ്ങനെ വിറച്ചുകൊണ്ട് ഞാൻ അയ്യവൊന്നും വിളിച്ച് കരഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദൈവം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ അവസാനം പറഞ്ഞു. സ്വർഗത്തിൽ ദൈവത്തിന് ചങ്ക് വിട്ടിയ ചോര നിങ്ങൾ ആരെങ്കിലും ഈ ചൂണ്ടിക്ക് ഈ വെള്ളട്ടാനിൻ്റെ വെള്ളം ഒടിക്കുന്നത് പോലെ എൻ്റെ തലയുടെ തിരക്കം ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിച്ച് തന്നു നോക്കിയിട്ട് ആടെയില്ല. എനിക്ക് എന്തോ എൻ്റെ എല്ലാം ചാടിപ്പോയതുപോലെ ഞാൻ തിരിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ മോനൊന്നും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കർത്താവെ, ഇനി വന്നല്ല അത് വേറൊരു അതിന് ഞാൻ കേൾക്കാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് അവിടുന്ന് കഞ്ഞി കുടിച്ചു വന്നു. ഞാൻ കഞ്ഞി തിന്ന് എല്ലാത്തിനും താല്പര്യപ്പെട്ട ഞാൻ പോകുന്നത്. പിന്നെ അവിടെ പോന്നിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര മാറ്റം. ഞാൻ ലോൺ എടുത്ത് തന്നെ പൈസ എടുത്ത് കൊടുക്കാമെന്നെല്ലാം കൊടുത്തത് എനിക്ക് നേരിട്ട് എന്തെല്ലാം എടുത്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മകളെല്ലാം തിരിച്ചു കൊടുക്കാനുണ്ട് ദൈവം എന്നൊക്കെ. പിന്നെ ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഈ വേര് പറമ്പിൽ കിളയ്ക്കുമ്പോൾ കാനത്തിന് വേര് പൊടിച്ചു വരുന്നത് പോലെ അന്ന് വളരെ കേട്ടപ്പോൾ ദേവാസം പറഞ്ഞ് ഞാൻ കേട്ടു. കാഞ്ഞിരത്തിൻ്റെ കുറ്റിയുടെ വേറെ എവിടെയും കിടപ്പുണ്ടെങ്കിൽ അത് പൊടിച്ചുവിടുന്ന അനുഭവം വരും. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കും. എൻ്റെ ദൈവമേ, ഇനി എവിടെയാണ് കിടക്കുന്നത്? എനിക്ക് നിത്യതയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കടത്തണം. എനിക്ക് ആത്മാക്കളെ കണ്ടിട്ട് എന്നെ കൂടി കണ്ടിട്ടില്ല, ആത്മാക്കളെ കടത്തണം. അത് വേണ്ടിയിട്ട് ആത്മാവിൻ്റെ ദാഹമായി തീർന്നു. ഞാൻ വചനം കേട്ടിട്ട് എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ എന്നെ എന്ത് കാണിച്ചു തന്നു, ഞാൻ ചെയ്ത് തെറ്റുന്നു എന്നെ കാണിച്ചു തന്നല്ലോ എന്നല്ല എൻ്റെ അപ്പനോടും പറഞ്ഞ്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് വചനം കേൾക്കാൻ വരാൻ പറ്റി, എൻ്റെ സഹോദരങ്ങൾക്ക് വചനം കേൾക്കാൻ വരാൻ പറ്റി. എൻ്റെ അമ്മായിയമ്മയുടെ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ എനിക്ക് പറഞ്ഞു. എൻ്റെ അമ്മായിയമ്മ എന്നോട് നിങ്ങൾ 5 മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവ് കൃപയാൽ എൻ്റെ അമ്മായിയമ്മ മാനസാന്തരപ്പെട്ട വചനം കിട്ടുമ്പോഴാനും വചനം വീട്ടിൽ വയ്ക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കയ്യെ പിടിക്കാനായിട്ട് വരും. അതിൽ പറയുമ്പോൾ അമ്മ കൈ യേശുക്കൾ വരും. അമ്മയുടെ കയ്യെ പിടിക്കുക, അമ്മയുടെ കണ്ണിന് സൗഖ്യം, അമ്മയുടെ കണ്ണിന് ചികിത്സിക്കാൻ, അമ്മയ്ക്ക് എന്ത് വേണോ ശുശ്രൂഷ എന്ത് വേണമെങ്കിലും എന്തെല്ലാം ചെയ്യാൻ എനിക്ക് മനസ്സായി. എൻ്റെ അമ്മേനെ കാണാൻ ഉത്തരവാദിത്വത്തോടെ സ്നേഹിക്കുവാൻ എനിക്ക് തുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി നാശമാണെന്ന് എനിക്ക് എൻ്റെ വചനത്തിൽ കൂടി തന്നു. ഈ വചനം കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നഷ്ടമാവും, എൻ്റെ തലമുറക്കും എൻ്റെ മക്കൾക്കും നഷ്ടമാകുമെന്നുള്ള പേടികൊണ്ട് ഇന്ന് ഞാൻ ഭയക്കുന്നു പറയും. രാത്രി ഇന്നില്ല പകലില്ലാതെ കർത്താവിൻ്റെ മുന്നോട്ടേക്കും ഈ വചനം വായിച്ച് ഞാൻ വിശ്വസിച്ചു. തേനേക്കാളും ചെങ്കട്ടയേക്കാളും അതേപോലെ ഈ വചനം വായിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുമ്പോൾ അവർക്ക് ഈ സങ്കീർത്തനങ്ങൾ ചെറുതും വലുതുമായ സങ്കീർത്തനങ്ങൾ ഒത്തിരിയേറെ അവരെ പഠിക്കാൻ എനിക്കിന്ന് 17 തലമുറകളുണ്ട്. ഞാൻ അവർക്ക് എല്ലാ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിട്ടിട്ട് പോയി എന്തെല്ലാം വളർന്നാലും എത്ര വളർന്നാലും നിത്യതയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഇവിടെ അത്രയേ ഉള്ളൂ. പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഹനിയേനും യോസേഫും സമർപ്പണത്തുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാനും എൻ്റെ മരുമക്കളെ എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുക. ഹൃദയം തുറന്ന് 32 സങ്കീർത്തനത്തിൽ എങ്ങനെ ക്ഷമിച്ചു പോകും മറിച്ചിട്ട് മനുഷ്യൻ പറയും എന്ന് പറഞ്ഞിരിക്കണം. പക്ഷേ ഇതെല്ലാം എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച് ഈ ജീവന്റെ വചനം പഠിപ്പിച്ചുകൊണ്ട് അത്രയും കാലം ഞാൻ എൻ്റെ ആയുസ് നഷ്ടമാക്കി പോയല്ലോ എന്നൊക്കെ എൻ്റെ അയൽവക്കത്തും ഇതിൽ കൂടി കണ്ടിട്ടുള്ളവർക്ക് എല്ലാം പറഞ്ഞുകൊണ്ട് ഈ ജീവിതം 75 വയസ്സിന് കർത്താവ് യേശുവിനെ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പേ പ്രശ്ന വേദന വന്നു. ഞാൻ ഈ ദുബായിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ളത് ഈ യുക്സാറിന്റെ അനുസരിച്ച് ദൈവത്തിന്റെ വചനമാണ്. ഞാനത് എൻ്റെ ചങ്കിലെ കൈവച്ചുകൊണ്ട് കർത്താവേ ഇത് വേദന ആരോടും മക്കളോട് ആരും പറഞ്ഞിട്ടില്ല, എനിക്കത് മാറ്റി തരുടെ. അന്ന് ആ വൈകുന്നേരം കുളിക്കാൻ വന്നപ്പോൾ എനിക്ക് വേദനയില്ല. ഞാൻ മക്കളെ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞില്ല, പക്ഷെ എനിക്ക് വേദനയില്ല. ഈ ടെസ്റ്റ് ചെയ്ത് ഉണ്ട് അവിടെ തന്നെ നിൽക്കണമെന്ന്
പക്ഷേ രോഗസൗഖ്യം തന്നതല്ല, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ആശ്രയിക്കാൻ യേശു ഉള്ളൂ. എൻ്റെ മക്കളെല്ലാം 5 പേര് എന്നെ സ്നേഹിക്കുന്നത്. അവർക്ക് എന്നെ പരമായി സ്നേഹമുള്ളൂ. പക്ഷേ എന്നെക്കാളും ഉപരിയായി എൻ്റെ യേശുവിനോടൊപ്പം പോകാൻ ഈ വചനത്തോടെ രാത്രി എപ്പോഴും കടന്നു പോയാലും എൻ്റെ കുഞ്ഞോട് മോനെ എപ്പോഴാണ് കർത്താവെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് യേശു മാത്രം ആശ്രയിക്കുന്നു എന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ ഈ ദേശത്ത് എൻ്റെ മക്കളോട് കത്തായി നമ്മളിവിടെ വന്നത് വണ്ടി കുറിക്കുന്ന കുട്ടികളാണ്. ഞാൻ കള്ളവണ്ടിയാണ് എൻ്റെ മക്കളെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ഇസ്രായേലി പാങ്ങൾ വന്നു, അമേരിക്ക വന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം വളർത്തു. എൻ്റെ കർത്താവായ യേശുവിൻ്റെ ചങ്കില ചോരയിൽ ഒടുകേണ്ടത് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഈ ബലഹീനമായ സാധ്യത സ്നേഹിതരായ എൻ്റെ സമ്പന്നോട് മാത്രം എൻ്റെ ഉച്ചയുടെ 4ാമത്തെ മോനാണ്. അതുപോലെ ഒരുപാട് ബ്രേക്ക് പോലെ തോന്നിക്കാണ് യാത്രയൊക്കെ. പക്ഷേ എങ്കിലും ഹൃദയത്തിന് വാക്കിലാണ് പറഞ്ഞത്. ഞാൻ പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത വിലയൊന്നും ഇല്ലാത്ത മുപ്പവന്മാരെയും ചുമക്കാരെയും അതുപോലെ ഈ ലോകത്തിൻ്റെ സ്ഥാനം ഏതെങ്കിലും ഒരു അന്നത്തെ നിലയിൽ ഏതെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുന്ന ആൾക്കാർ ആരെയും കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരായിട്ട് സെലക്ട് ചെയ്തില്ല. അമ്മച്ചി പറഞ്ഞ വാക്യം പോലെ ബലഹീനമായി ഏതുമില്ലാത്ത തെളിയിക്കുന്നതിനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് അന്ന് ഈ ഭൂമി കർത്താവ് ജീവിച്ചിരുന്ന കാലത്തും ഇന്നും എൻ്റെ അനുഭവമാണ്. അമ്മച്ചി പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. എൻ്റെ പിതാവിൻ്റെ മദ്യപാനം കൊണ്ടും കുടുംബത്തിൻ്റെ ദരിദ്രാവസ്ഥ കൊണ്ടും പല രീതിയിലും സമൂഹത്തിൽ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ PhD പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം അതുവരെ ഷർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം അത്രയ്ക്ക് പോലും ഒരു ക്വാളിറ്റി എനിക്കില്ല എന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത്. ഞാൻ പറഞ്ഞത് 1992 അമ്മ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം കേൾക്കാനിടയായി. അത് അന്ന് ഞങ്ങൾ യാക്കോബായ സഭയിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ ടെമ്പിളിൽ അന്ന് ഒരു കപ്പിയാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പള്ളിയോടും പള്ളി ആരാധനയോടും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ എനിക്ക് ഭദ്രാസനത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിൻ്റെ പ്രസന്റ് തിരുവനന്തപുരം തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സഭാപരമായ എല്ലാ വിശ്വാസാചാരങ്ങളും അന്നും ഇന്നും ഞാൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരിക്കലും ഒരു പാവബോധം ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. ഞാനൊരു പാപിയാണെന്നോ എൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്നോ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ടുള്ളത് എനിക്ക് അനുഭവമല്ലായിരുന്നു. അതാണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ കിട്ടിയ മഹാഭാഗ്യം. യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി തിരിഞ്ഞു നോക്കി. ഞാൻ ചെറുപ്പകാലം മുതൽ ഞാൻ ചെയ്തു പോയ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നും പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പാവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരു പുരോഹിതന് മുമ്പിൽ തന്നെ പോയി ഞാൻ ശരിക്കും ഉപസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ അന്നും ഒരുപാട് കാര്യങ്ങളോടൊത്ത് ഞാൻ ഏറ്റു പറഞ്ഞു. അനേകത്തിൽ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഷാർപ്പ്നർ മോഷ്ടിച്ചെടുത്തത് മുതൽ വളരെയധികം കാര്യങ്ങൾ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ തിരിച്ചു കൊടുത്ത ഓർക്കുന്നു. എൻ്റെ പിതാവ് മദ്യത്തിൻ്റെ ലഹരിയിൽ എൻ്റെ വീടിൻ്റെ മച്ചും പുറത്തൊരു ഞങ്ങളുടെ അടുത്ത് ഒരു വേളാർ സമുദായമുണ്ട്. അവിടെ എത്തുന്ന ഒരു വലിയൊരു കലം 2-3 പറക്കുന്ന കലം മോട്ടിട്ട് അതുവരെ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തു. കാരണം ഇതെല്ലാം ശാപമാണെന്നും ഇതെല്ലാം ദൈവത്തിൽ നിൽക്കുന്നതല്ലാന്നൊക്കെ ഉള്ള വ്യക്തമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. എന്തായാലും എൻ്റെ ആ ജീവിതകാലത്ത് എനിക്ക് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടൊന്നും ഭൗതികമായ എന്തെങ്കിലും ഒരു നന്മ കിട്ടിയതിനെ കുറിച്ചൊന്നും എനിക്ക് പൊക്കി പറയാനൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ കടന്നു വന്ന വഴിയിൽ ഒരു എൻ്റെ ചർച്ചക്കാരിലോ എൻ്റെ കുടുംബത്തിലോ ആരും ഒരു ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് പഠിച്ച ഒരാളില്ല. പക്ഷേ PhD വരെ പഠിക്കാനും അതിനൊക്കെ ഒരു ലക്ഷ്യബോധം കിട്ടിയത് വചനം കേട്ടത് കൊണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിനപ്പുറത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് നിസ്സാരമല്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ ആയിട്ട് അനുഭവിക്കുന്ന സമാധാനം, എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന സമാധാനം, ഈ ലോകത്തിൽ എന്ത് വന്നാലും ഭൂമി കുലുങ്ങി താഴെ വീണാലും അല്ലെങ്കിൽ പർവ്വതങ്ങൾ കുലുങ്ങി നമ്മുടെ മേത്തേക്ക് വീണാലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ പറഞ്ഞാലും
ഒരു ദൈവം എനിക്കുണ്ട്, അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ്, അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ തിരുവചനം തുടർച്ചയായി വായിക്കാനും അതുപോലെ വചനം കേൾക്കാനും എൻ്റെ ജീവിതത്തെ പരിശോധിക്കാനും ഞാൻ ഒരിക്കലും പൂർണ്ണമായും ഒരിക്കലും അവകാശപ്പെടുന്നതല്ല. പക്ഷേ എനിക്കറിയാം ദൈവം അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി എന്ന് എൻ്റെ ജീവിതം തന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ എത്ര നാളും ഈ ഭൂമിയിൽ ജീവിതമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു പ്രിയ സഹോദരൻ 37-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതിന് ശേഷം ഓരോ വർഷം എനിക്ക് ആയുസ് കൂടി കിട്ടുമ്പോൾ ഞാൻ ഓർക്കും ഒരു വർഷം കൂടി എനിക്ക് ആയുസ് കിട്ടിയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ജീവിതം തീർന്നു പോകാം. ഒരു ജൂൺ 9-ാം ഞാൻ മരിച്ചു പോകും. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തു തരുന്ന ദാനമാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ ദൈവം എനിക്ക് കൃപയായിരുന്നു. ഞാൻ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അനേക പാപവശങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്നത് പോലെയാണ്. പക്ഷെ അതെല്ലാത്തിനകത്തും വളരെ തെളിഞ്ഞ സമാധാനം, ഹൃദയത്തിൽ അഴുക്ക് നിറഞ്ഞൊരു വ്യക്തിയാണ്. വേദപുസ്തകത്തിലെ വാക്യമുണ്ട്, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാം വാക്യമാണ്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നോക്കുന്നതല്ല ഹൃദയം കൊണ്ട് അവളോട് വിചാരിക്കുന്നു എന്നാണ് ആ വാക്യം. എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചിട്ട് പറയാനാണ്. കാരണം യൗവനക്കാരനായി ജീവിക്കുന്ന എനിക്ക് ഹൃദയത്തിൽ ചിന്തകൾ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. പക്ഷേ യൗവനകാലത്തിലൂടെ ഞാൻ ജീവിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ കഥ പിടിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഒരു നമുക്ക് ജയത്തോടെ ജീവിക്കാവുന്ന അനുഭവമുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ എൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വയ്ക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ച് പറയുന്നതിനെല്ലാം എനിക്ക് കാരണം ഞാൻ കടപ്പെട്ടവനായി പോവുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധമുണ്ട്. ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒരു ദിവസം നിൽക്കണം. ദിവസത്തിൽ വളരെ എന്നെ സ്വാധീനിക്കുന്ന 2-3 വാക്യങ്ങളാണ് ഈ വിതയ്ക്കുന്നത് എന്നെ പൊയ്യും എന്നുള്ള വാക്യം, അതുപോലെ ഞാൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടെന്നുള്ള വാക്യം. ഇതെല്ലാം എന്നെ വളരെയധികം ഭീതിപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും. ഈ ഭൂമിയിലെ ഇന്നത്തെ ജീവിതമെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഈ വേദപുസ്തകം സത്യമാണെങ്കിലും ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചനം സത്യവേദപുസ്തകം എന്നുള്ള ഈ പുസ്തകത്തിനകത്തുള്ള വാക്യങ്ങൾ സത്യമാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ നിത്യതയും ദൈവസ്ഥാനത്തിൽ പോയി നിൽക്കേണ്ടി വരും. അത് ഉറപ്പാണ്. അന്ന് ഈ ലോകത്തിൽ നിന്ന് ദൈവമില്ല എന്ന് പറയുന്നവരും അങ്ങനെയുള്ളവരാരും നമ്മളെ സഹായിക്കാൻ വരില്ല. നമുക്ക് ദൈവം നമ്മളെ തടയുന്ന ആരും നമ്മുടെ മുമ്പിൽ നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യാനും വരില്ല. നമ്മളന്ന് ഏകരായിട്ട് ഓരോ വ്യക്തികളായിട്ട് ദൈവസ്ഥാനത്തിൽ നിൽക്കേണ്ടി വരും. അത് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ബോധം എന്നും എനിക്ക് എന്നെ അകറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരോടും ഞാൻ പോയി പറയുകയും, കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ്, വരിക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു എന്നുള്ളൊരു സമാധാനം എൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഈ ദൈവത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ വിളിക്കുന്ന എല്ലാവരും തന്നെ വരും. പക്ഷെ ഒരു സുവിശേഷയോധനാണെങ്കിൽ വളരെ ചുരുക്കം പേര് വരും. കാരണം എന്തുകൊണ്ടോ സത്യത്തിൽ അവരുടെ ആത്മാവിന് വേണ്ടിയാണ് വിളിക്കുന്നത് എന്നുള്ള ബോധം അവർ കിട്ടാത്തതിൻ്റെ ഒരു നഷ്ടബോധമാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ഇത്രയും പിറക്കിലൂടെ വന്ന് കൂടാൻ ദൈവം ഇടയായി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം ഈ ലോകത്തിനേക്കാട്ടിലും വിലയായിട്ടാണ് ഒരാത്മാവിന് വില കൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് അത്രത്തോളം വിലയുണ്ട്. നമ്മുടെ ബോധത്തോടെയാണ് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം നടന്നു അല്ലെങ്കിൽ എപ്പോഴും ദൈവം എന്നെ എല്ലാ കാര്യത്തിലും എന്നെ ഞാൻ പറയുന്നത് പോലെ സാധിക്കുന്നൊന്നും പറയാൻ തന്നെ ഇതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 44 വയസ്സായി കഴിഞ്ഞു. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ അതിശയകരമായ ഒരു അത്ഭുതകരമായ കാര്യം എന്നെ വഴിനടത്തുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്ന ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഞാനൊരു റോങ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ പറഞ്ഞ വഴിയിലൂടെ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്ത് വലിയൊരു അബദ്ധത്തിലായി പോകുമായിരുന്നു. കാരണം അത് മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ ഞാൻ എടുത്ത ചില മണ്ടത്തരങ്ങളോ എൻ്റെ ജീവിതത്തിലുള്ള ചില അബദ്ധങ്ങളൊന്നും അവിടെയെല്ലാം ദൈവം എൻ്റെ കൂടെ തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചോ അല്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത്. അത് എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ഭാര്യയും
എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മച്ചിയായിട്ട് ഞങ്ങൾ ഒരു മനസ്സോടെ ജീവിക്കാൻ ദൈവം ഒരു മഹാഭാഗ്യം തരുന്നു. എൻ്റെ അമ്മ പറഞ്ഞതുപോലെ 4 സഹോദരിമാരാണ് എനിക്കുള്ളത്. അവർ 4 പേരും വിദേശ രാജ്യത്ത് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവം നിർത്തിയിരിക്കുന്നു. അവർക്കെല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് ഈ ദൈവത്തോട് ചേർന്നാണ് എല്ലാവരും നിൽക്കുന്നത്. രാജ്യത്ത് പൂർണ്ണരായവരൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇപ്പം നിങ്ങളുടെ ഉച്ചകൂട്ടിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഒരു സഭയിൽ നമ്മുടെ വേറെ സഭയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. എൻ്റെ വിശ്വാസത്തിന്, ഞാൻ ജനിച്ചു വന്ന വിശ്വാസത്തിന് എതിരായ ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ വരാൻ ഞാൻ അംഗീകരിക്കാറുമില്ല. പക്ഷേ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നശിച്ചു പോകുന്നു. ഇത് ക്രിസ്തു നമ്മളോട് പറഞ്ഞ കാര്യമാണ്. മാനസാന്തരപ്പെടുക എന്നുള്ള ഓരോ വ്യക്തിക്കുള്ളതായ കൽപ്പനയാണ് ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ വാക്ക് അനുസരിക്കാൻ നമ്മൾ ബാധ്യതയാണ്. നമ്മൾ തന്നെ ജീവിതത്തിൽ പരിശോധിക്കണം, ഞാൻ മാനസാന്തരപ്പെടുന്നുണ്ടോ? ഓരോ ദിവസവും ഞാൻ മാനസാന്തരപ്പെടുന്നുണ്ട്. ഈ വചനത്തിൻ്റെ അളവ് പോലും വെച്ച് ഞാൻ സത്യത്തിൽ ഈ കൂട്ടായ്മയിൽ വചനം കേൾക്കാറുണ്ടെങ്കിലും ആ വചനം ഞാൻ ഈ ബൈബിളിൻ്റെ വചനം വെച്ചുകൊണ്ട് ഞാൻ സ്കെയിൽ ചെയ്ത് നോക്കും, അത് പറഞ്ഞത് ശരിയാണോ. അല്ലാതെ എത്ര വലിയ വ്യക്തി പറഞ്ഞാണെങ്കിലും ഞാനത് അങ്ങനെ തന്നെ സ്വീകരിക്കാറില്ല. ഞാൻ ഈ ബൈബിളിൻ്റെ അടിസ്ഥാനം നോക്കും, അത് റൈറ്റ് ആണോ, ഈ ബൈബിളിലുള്ള കാര്യം റൈറ്റ് ആണോ ഞാൻ നോക്കി ഞാൻ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്, അതിൻ്റെ അനുഭവമാണ്. നിങ്ങളെല്ലാവരും അത് അനുഭവിക്കണമെന്നും എൻ്റെ നിങ്ങൾക്ക് ഒരു അനുഭവത്തിൽ ഞാൻ സാക്ഷ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഞങ്ങളെല്ലാവരും രാവിലെയും വൈകിട്ടും സന്ധ്യാ നമസ്കാരവും പ്രഭാത നമസ്കാരവും കൗമ ചൊല്ലി ഞങ്ങളുടെ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അങ്ങനെ വളരെ അച്ചട്ടായി തന്നെ ജീവിക്കാനാണ് എൻ്റെ അമ്മ കുഞ്ഞുകാലം പോലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊന്നും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ എല്ലാ വിശ്വാസ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ സഭ എന്നെ രക്ഷിക്കില്ല, ഏതെങ്കിലും സുവിശേഷം പറയുന്നത് രക്ഷിക്കില്ല. എന്നെ രക്ഷിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് മാത്രമാണ്. ആ യേശുവിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നത്. ഇതെൻ്റെ അനുഭവമാണ്. നിങ്ങളെല്ലാവരും ഈ ക്രിസ്തുവിനെ മധുരമായി അനുഭവിക്കണം. നിങ്ങൾ എല്ലാവരും ഇത് ക്രിസ്തുവിൻ്റെ രക്ഷ ഹൃദയത്തെ സ്വന്തമാക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഇതിന് പുറകിലുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ സാക്ഷി നിർത്തുകയാണ്. പ്രിയപ്പെട്ട സാറ് നമുക്ക് വേണ്ട മെസ്സേജ് തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ആങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമെൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമുക്ക് ഇങ്ങനെ ദൈവവചനത്തിന്റെ കീഴിലിരിക്കുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ലോകത്തിലെ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവായി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവവചനത്തിന്റെ കീഴിലിരിക്കുവാനോ ദൈവത്തോടുള്ള സഹിത്വത്തിൽ നമുക്ക് നടക്കുവാനോ നമ്മൾ കൂടുതലായിട്ട് സമയം അന്വേഷിക്കാറില്ല, കണ്ടെത്താറില്ല. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തടുത്ത് വരണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലിജിയൻ ഓഫ് ദ ഹാർട്ട്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മതമാണ്. Unless a man's heart is changed, he never changed. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപാന്തരം വന്നില്ലെങ്കിൽ മനുഷ്യന് മാറ്റമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലാണ് രൂപാന്തരം വരേണ്ടത്. കർത്താവ് പറഞ്ഞു, ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. നമ്മൾ പുറമെ ഇറ്റ് ഇസ് വെരി ഈസി ടു ചേഞ്ച് ഔട്ട്സൈഡ്,
നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനെല്ലാം നമുക്ക് എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ഹൃദയം മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകനായ യിരെമ്യാവ് അതിന്റെ 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, കൂശന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. 13:23. കൂശന് തന്റെ ത്വക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ ബ്ലാക്ക് മാൻ കനോട്ട് ചേഞ്ച് ദ കളർ ഓഫ് ഹിസ് സ്കിൻ. ഒരു മനുഷ്യന് തന്റെ കളർ മാറ്റുവാൻ സാധ്യമല്ല. പുരുഷന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ സാധ്യമല്ല. എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഇഫ് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹം കൂടാതെ ദൈവത്തിന് നമ്മളിൽ ഒന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന്റെ വചനമാണ് അതെല്ലാം. നമ്മുടെ ഹൃദയം മാറ്റുവാനാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് നല്ലൊരു സമാധാനമുള്ള ജീവിതം തരുവാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിൽ ഇന്ന് കഷ്ടതയും കണ്ണുനീരും പ്രയാസവും ദുഃഖവും ഉറവിളിയും എല്ലാം ഉണ്ട്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ ഒരു സമാധാനമുള്ള ജീവിതം യേശുക്രിസ്തു മനുഷ്യന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രാപിക്കാം. ഇപ്പോൾ ആദ്യം അനുഭവങ്ങൾ പറഞ്ഞ ദൈവമക്കൾ പറഞ്ഞുവല്ലോ, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് വന്നാൽ, അവന്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നാൽ, അവന്റെ ജീവിതത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ നല്ലവനായ ക്രിസ്തുവിനെ നമുക്ക് രുചിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിന്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, മനുഷ്യന് രൂപാന്തരം നൽകുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ ആത്മീയമായിട്ടും ഭൗമികമായിട്ടും എല്ലാം ദൈവം മനുഷ്യനെ ഉയർത്തും. ദൈവം മനുഷ്യനെ വേണ്ടതെല്ലാം തരും. ആ നല്ലവനായ ദൈവത്തെ എന്തോ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരും ആ ദൈവത്തെ രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് ദാവീദ് പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ രുചിച്ചറിയണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് തന്റെ ജീവിതത്തിൽ, ദാവീദ് ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു ദാവീദ് രാജാവിന്. ഇസ്രായേലിലെ 2ാമത്തെ രാജാവായിട്ട് ദാവീദിനെ യഹോവ അഭിഷേകം ചെയ്തു, യഹോവയുടെ പ്രവാചകൻ. എന്നാൽ ഈ ദാവീദ് സമാധാനത്തോടെ ജീവിച്ചു എന്ന് ദാവീദ് പറയുന്നുണ്ട്. 4-ാം സങ്കീർത്തനത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഐ വിൽ ലീവ് വിത്ത് പീസ്. സമാധാനത്തോടെ ജീവിക്കും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. എല്ലാം ഉണ്ട്. വി ഹാവ് എവരിതിങ് ബട്ട് there is no peace in our heart. നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥ. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തു മാത്രമേ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്തിൽ ഒരു നേതാവും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സമാധാനം തരാമെന്ന്. സമാധാനം ഉണ്ടാക്കാം, സമാധാനത്തിന്റെ കരാറൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ അനേകർ പറയുന്നുവെങ്കിലും സമാധാനം ശാശ്വതമായിട്ട് ഉണ്ടാക്കുവാൻ, മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഒരു മനുഷ്യനും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുവരെ ഭൂമിയിൽ ജനിച്ച ഒരു ലോക നേതാക്കൾക്കും സാധിച്ചിട്ടില്ല. ക്രിസ്തുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിന് മുമ്പ് പറഞ്ഞിട്ട് പോയി, ഐ വിൽ ഗിവ് യു മൈ പീസ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു, ഐ വിൽ ഗിവ് യു മൈ പീസ്. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലാതെ ലോകം ഛിന്ന ഭിന്നമായി കലഹിച്ച് മുന്നോട്ട് പോവുകയാണ്. എവിടെ പോയാലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കലഹവും ഭിന്നതയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പാടി, ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ, കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ, ഭിന്നത വിധി വികർത്താക്കളിൽ അവനുളവാക്കി, ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു.
കർത്താവേ നിൻ കരുണയിലങ്ങേ സങ്കേതം ഞങ്ങൾക്കെന്നുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായാൽ. ആഹ്വാനം ചെയ്യുന്നു. എന്തുവാ മനുഷ്യൻ പറയുകയാണ്? ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്താണ് ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞു? വിളിച്ചപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനയിൽ അങ്ങനെയുണ്ട്. ആഹ്വാനം ചെയ്യുകയാണ്. ആഹ്വാനം ചെയ്യുന്നു. ഉദവിക്ക്, ഞങ്ങളുടെ ഉദവിക്ക്, ഞങ്ങളുടെ സഹായത്തിന് എത്തണമേ, ഞങ്ങളുടെ സഹായത്തിന് എത്തുക. കലഹിപ്പിക്കുന്നു ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ഈ ലോകത്തെ മുഴുവൻ ദുഷ്ടൻ കലഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമുള്ള സഭയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുവുമായിട്ട് നമുക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? ഡു യു നോ ക്രൈസ്റ്റ് പേഴ്സണലി? കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാമോ? അത് അറിയണം. അതാണ് ഈ സുവിശേഷ യോഗം കൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണം. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ആദ്യത്തെ സുവിശേഷം പറഞ്ഞത് ഒരു മാലാഖയാണ്. ആ മാലാഖ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, കണ്ടാലും സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നമ്മൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തിയത് ഒരു മാലാഖയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ഈ സുവിശേഷം അന്നു മുതൽ ഇന്നുവരെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് പ്രസംഗിക്കപ്പെടും. കർത്താവിന്റെ 2ാമത്തെ വരവ് വരെയും ഇത് മുടങ്ങാതെ പ്രസംഗിക്കപ്പെടും. ആര് കേട്ടു കേട്ടില്ലയോ എന്നുള്ളതൊന്നുമല്ല, ഇത് പ്രസംഗിക്കപ്പെടണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കർത്താവായ യേശു ക്രിസ്തു പിന്നെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്കറിയാം കർത്താവ് കല്ലറയിൽ അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ശേഷം അവൻ പോയത് എങ്ങോട്ടാ? പാതാളത്തിലേക്ക് പോയി. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ പാതാളത്തിലേക്ക് പോയി. ആദാമിനോട് ദൈവം വാഗ്ദാനം ചെയ്തു. ആദാം പാപം ചെയ്തപ്പോൾ ആദാമിനെ ഏവന്റെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ആദാമിനോട് അവസാനം പറഞ്ഞു, ഒരു പ്രത്യാശയുടെ വാക്ക് ദൈവം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്നവൻ സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുമെന്ന് വാഗ്ദത്തം നമുക്ക് കൊടുത്തു. എന്നാൽ ഈ ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. വാഗ്ദത്ത പ്രകാരം സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു. അവൻ കാൽവറിയിൽ മരിച്ചപ്പോൾ പിശാചിന്റെ തല തകർന്നു. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായി അവൻ പാതാളത്തിലേക്ക് പോയി. ദൈവത്തിന്റെ വചനത്തിൽ അതെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരാധനക്രമത്തിലുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് കടന്നുവെന്ന് ആദാമിനോട് പറയുകയാണ്. യതിക്കേണ്ട നിൻ പാപത്തെയോർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ. നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. ഞാനതൊക്കെ പലപ്പോഴും ഇങ്ങനെ എടുത്ത് എന്റെ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. ആദാം ഇങ്ങനെ ആ പാതാളത്തിൽ ഇങ്ങനെ ദുഃഖിച്ച് തല താഴ്ത്തി താൻ കുറ്റം ചെയ്തു പോയല്ലോ എന്നുള്ള വേദനയോടെ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് കടന്നു എന്ന് ആദാമിനോട് പറയുകയാണ്, നീ ഇനിയും ഖേദിക്കണ്ട. നീ കുറ്റം ചെയ്തതിനു വേണ്ടി ഞാൻ അടി കൊണ്ടു. നീ ഏതെങ്കിലും കനി തിന്നതുകൊണ്ട് ഞാൻ കയ്പ് കുടിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ചിന്തിയ രക്തത്താൽ താതന്റെ കോപമെല്ലാം പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രത്യാശിക്കുവാൻ വകയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുന്നത്. എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം നമ്മുടെ എല്ലാ കുറ്റങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു.
നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ നമുക്കറിയാമല്ലോ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കോടതി ഉണ്ടെങ്കിൽ ആ കോടതിയിൽ ഒരു തെറ്റിന് 2 ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് ഒരു കോടതിയും വിധിക്കുകയില്ല. ഒരു ശിക്ഷ ചെയ്താൽ ഒരു വ്യക്തി അനുഭവിക്കണം ഒരു തെറ്റിന് ഉത്തരവാദിത്വം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സകല തെറ്റുകൾക്കും പരിഹാരം വരുത്തിക്കൊണ്ട് കാൽവറിയിൽ പിശാചിന്റെ തലയെ ചതച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കും തിരിഞ്ഞു നോക്കാം. നമുക്ക് കർത്താവുമായിട്ടൊരു ഡു യു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്? അതിന് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ ഒരു യോഗ്യതയോ നമ്മുടെ ലാംഗ്വേജിന്റെ കേമമോ അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടോ ഒന്നും അതിന് വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയും. നമ്മുടെ ഹൃദയത്തിൽ എവിടെ വസിക്കുവാനാണ് ദൈവം വന്നത്? ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ഭൂമിയിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന്? നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം അത് നമ്മളെ ജീവിപ്പിക്കുകയും നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ദൈവത്തിന്റെ വചനം ഭൂമിയിലേക്ക് വന്ന് സമാധാനം തരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലാത്തപ്പോൾ ഈ അടുത്തിടെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചല്ലോ, ഒരു മാസം മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ ജോർജി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ലേക്ക് ഷോറിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിരുന്നു. അദ്ദേഹം ഈ കിഡ്നി എല്ലാം സർജറി ചെയ്യുന്ന പ്രശസ്തനായ ഒരു നെഫ്രോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു. ധാരാളം ധനമുണ്ട്, എല്ലാം ഉണ്ട്, ജീവിതത്തിൽ എല്ലാം ഉണ്ട്. ബട്ട് ഹി ഹാസ് നോ പീസ് ഇൻ ഹിസ് ഹാർട്ട്. അവന്റെ ഹൃദയത്തിൽ സമാധാനമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഓർത്തോളണം, നമ്മൾ ഈ ലോകത്തിൽ നേടുന്ന ഒന്നും നമുക്ക് സമാധാനം തരികയോ നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കുകയോ സാധിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന് സമാധാനം തരുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. ജീവിതത്തിന് അഭിവൃദ്ധി തരുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മളെ സമാധാനത്തോടെ കടത്തി ഉറക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നതായിട്ട് നാം കാണുകയാണ്. ധനവാനായ ഒരു മനുഷ്യൻ, അവനെ കുറിച്ചാണ് അത് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും ഒരു ധനവാന്റെയും ഒരു ലാസറിന്റെയും ഉപമ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഉപമ നമുക്കൊന്ന് വായിക്കാം. 16-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. ഒരു ഊമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാവുന്നു. ആ അധ്യായത്തിന്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കർത്താവ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ തന്റെ ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കൽ വന്ന ആ പുരുഷാരത്തെ പറഞ്ഞ് പഠിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ വലുതായ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതെല്ലാം പഠിപ്പിച്ച് താഴോട്ട് വരുമ്പോൾ ഒരു വ്യക്തി ഓടി വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ എൻ്റെ സഹോദരനുമായിട്ട് വസ്തു പങ്കിടുവാൻ നീ ഒന്ന് സഹായിക്കണം. അപ്പോൾ ആ മനുഷ്യൻ ഈ ദൈവത്തിന്റെ വചനം എല്ലാം കേട്ടുകൊണ്ടിരുന്നുവെങ്കിലും അവന്റെ ഉള്ളിലെ ചിന്ത സഹോദരനുമായിട്ടുള്ള പിണക്കവും സഹോദരനുമായിട്ട് തന്റെ വസ്തുവകയിലുള്ള കണക്ക് തീർക്കുന്ന കാര്യമാണ്. ഇന്ന് നമ്മളൊക്കെ അങ്ങനെയാണ്. ഞാനും പലപ്പോഴും അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വചനം വളരെ ഗംഭീരമായിട്ട് ദൈവത്തിന്റെ ദാസന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ലോകത്തിലെ പല കാര്യങ്ങളും, നമ്മുടെ വീട്ടുകാര്യവും അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ കാര്യവും ഓരോ കാര്യവും ചിന്തിച്ച് നമ്മൾ നമ്മുടെ സമയം ചെലവാക്കുന്ന ഒരവസ്ഥ കർത്താവ് അത് തന്റെ ശിഷ്യന്മാരോട് പ്രത്യേകം എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു.
ലോകത്തിലുള്ളതും ലോകത്തിന്റെ കാര്യങ്ങളും കൊണ്ട് മനുഷ്യന്റെ ഹൃദയം എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെയൊക്കെയും ഹൃദയം അങ്ങനെയാണ്. എന്നാൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് ഒരു ഉപമ അവരോട് പറയുകയാണ്. ഒരു മനുഷ്യൻ, ധനവാനായ ഒരു മനുഷ്യൻ, അവന്റെ വസ്തുവക നല്ലതായിട്ട് വിളഞ്ഞു. അവന് ധാരാളം അവന്റെ വസ്തുവക വിളഞ്ഞ് ധാരാളം ഗ്രെയിൻസ് അവനുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അവൻ തന്നോട് തന്നെ ചോദിക്കുകയാണ്, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യേണ്ടു? എനിക്ക് എന്റെ കളപ്പുരകളൊന്നും പോരാ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇപ്പോഴുള്ള കളപ്പുരയൊന്നും പോരാ, ഇതെല്ലാം കൂട്ടിവെക്കാൻ എന്ത് ചെയ്യേണ്ടു? വാട്ട് ഷാൽ ഐ ഡു? നമ്മളൊക്കെയും പലപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അനേക ധനവാന്മാർ, ലോകത്തിലെ ധനവാന്മാർ, ദൈവത്തിന്റെ വചനം ഒരിക്കലും പറഞ്ഞിട്ടില്ല ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്ന്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമകാലത്തും പുതിയ നിയമത്തിലും അനേക ഭക്തന്മാര് വലിയ ധനവാന്മാരായിരുന്ന ആളുകളുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നുവെന്ന്. ഈ ധനവാൻ കർത്താവ് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്നല്ല, ധനത്തിൽ ആശ്രയമുള്ളവൻ, ദൈവത്തെക്കാൾ കൂടുതൽ ധനത്തെ തന്റെ നിക്ഷേപമായി കരുതുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. കാരണം മോശയുടെ കാലത്ത് ദൈവം കൽപ്പന കൊടുത്തു, ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വത്തും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ദൈവമായി മാറുമ്പോഴാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് അത് നമുക്ക് തടസ്സമായി മാറുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ധനവാനായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, വാട്ട് ഷാൽ ഐ ഡു? ഇപ്പോൾ ധനവാന്മാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഈ വസ്തു, ബില്യൺ കണക്കിന് സ്വത്തുക്കൾ, ഡോളർ ഉണ്ടാകുമ്പോൾ എവിടെയാണ് ഇതെല്ലാം കൂട്ടിവെക്കേണ്ടത്? ഏത് ബാങ്കിലാണ്, ഏത് സ്റ്റോക്കിലാണ് അത് നിക്ഷേപിക്കുന്നത്? ഇതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതൊന്നുമല്ല തെറ്റ്. ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സ്വത്തിനെയും നമുക്കുള്ളതിനെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തോടും ദൈവരാജ്യത്തോടും അകന്നു പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യേണ്ടു? അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ ഇതിനെല്ലാം ചെയ്യും. ഐ വിൽ ഡു ദീസ് തിങ്സ്. ഞാൻ ഇതെല്ലാം ചെയ്യും. എന്റെ വസ്തുവകയെല്ലാം കൂട്ടിവെക്കുന്നതിന് ഞാൻ എന്റെ കളപ്പുരകൾ, ഐ ടിയർ ഔട്ട് ഓൾ മൈ ഓൾഡ് വെയർഹൗസസ് ആൻഡ് ബിൽഡ് ന്യൂ ആൻഡ് ബിഗ് വൺസ്. ഞാൻ എന്റെ പഴയ വെയർഹൗസസ് എല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് പുതിയതെല്ലാം ഉണ്ടാക്കി എന്റെ വസ്തുവകയെല്ലാം അതിൽ കൂട്ടിവെക്കും. അപ്പോൾ ഇതെല്ലാം കൂട്ടിവെച്ചിട്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനോരഥമാണ്. കർത്താവ് പറയുന്ന ഉപമയിലെ കാര്യമാണ്. കർത്താവ് തന്നെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ തന്നോട് തന്നെ പറയുകയാണ്, എല്ലാം കൂട്ടിവെച്ചിട്ട് എനിക്ക് വളരെ മെനി ഇയേഴ്സ്, ഏറിയ ആണ്ടുകാലത്തേക്ക് ഞാൻ വേണ്ടതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തന്നോട് തന്നെ അവൻ പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ മനുഷ്യൻ തന്നോട് തന്നെ പറയുകയാണ്. ഇങ്ങനെയെല്ലാം മനോരഥമെല്ലാം കെട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് എവിടെ നിന്നോ ഒരു ശബ്ദം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. മൂഢ, ഈ രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കാവും എന്നല്ല. ഐ വിൽ ആസ്ക് യു യുവർ ലൈഫ് ടുനൈറ്റ്. ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? അത് കഴിഞ്ഞ് കർത്താവ് അതിന്റെ ഗുണപാഠവും പറയുകയാണ്. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് താൻ സമ്പന്നനാകുന്നതിന്റെ അവന്റെ അന്ത്യം ഇതുപോലെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, ലോകത്തിലെ അനേക ധനവാന്മാര് ദൈവത്തെ വേണ്ട, ദൈവം മനുഷ്യനെ ഒരു മസ്റ്റല്ല ഈ കാലത്ത്. കാരണം ധാരാളം ഉണ്ട്, ജീവിതത്തിലെല്ലാം ഉണ്ട്, എല്ലാം ധനികനാണ് ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനോട് പറഞ്ഞു, ഈ രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവോ? പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുവാനല്ല ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം മനുഷ്യനെ ശിക്ഷിച്ച് നരകത്തിലേക്ക് തള്ളിക്കളയുവാനല്ല ദൈവം തന്റെ വചനം ഭൂമിയിലേക്ക് അയച്ചത്. ദൈവം തന്റെ വചനത്തെ ലോകത്തിലേക്ക് അയച്ചത് ഈ ദൈവവചനം അനുസരിച്ച് മനുഷ്യൻ ദൈവരാജ്യത്തിലെത്തണം, മനുഷ്യൻ നിത്യമായ ആ സന്തോഷത്തിൽ എന്നും അവൻ ആനന്ദിക്കുന്നവനായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ വചനവും
കർത്താവായ യേശുക്രിസ്തുവിനെയും ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിപ്പാനാണ്, ലോകത്തെ ശിക്ഷിപ്പാനല്ല. നമ്മൾ പലരും വിചാരിക്കും ഒരു ക്രൂരനായ ദൈവമാണ്. നല്ല പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശബ്ദമാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇന്ന് നമ്മളിൽ അനേകർക്ക് നമുക്കറിയാം, നമ്മുടെ എല്ലാം ചെറുപ്പകാലത്തുള്ള ആ കാലങ്ങളെല്ലാം മാറി മാറിപ്പോയി. കാലങ്ങൾ കഴിയുമ്പോഴും മനുഷ്യനും ദൈവമായിട്ടുള്ള അകലം കൂടിക്കൂടി വരികയാണ്. ലോകത്തിന്റെ അവസാനമാകുമ്പോഴേക്കും മനുഷ്യനും ദൈവമായിട്ടുള്ള അകലവും ഇനിയും കൂടുതലേ ഉള്ളൂ. കുറയുന്ന കാലമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ആ കാലം, മനുഷ്യന് ദൈവത്തോട് സംസർഗം വേണ്ട എന്ന് ധരിച്ച്, ദൈവം വേണ്ട എന്ന് വിചാരിച്ച് മനുഷ്യന് അതിനും സമയമില്ല. സമയം കണ്ടെത്താൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവായിരുന്നു. ദാവീദിന് ധാരാളം സമയമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. 63-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിന്റെ ആരംഭവാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ഏർലി മോർണിംഗ് ഐ വിൽ സെർച്ച് യു. ഏർലി മോർണിംഗ്, നമ്മുടെ അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ഇന്ന് നമ്മുടെ അധികാലത്തൊക്കെ അത് എപ്പോഴാണെന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. എപ്പോഴാണ് നമ്മൾ ഉണരുന്നത്? ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകേണ്ട സമയമാണെങ്കിൽ നമ്മൾ അധികാലം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ അധികാലത്ത് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ നാവിഗേറ്റർ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ നേർവഴിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവം നമുക്ക് അധികാരവും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ബട്ട് വി ഹാവ് ടു റിമെമ്പർ വൺ തിങ്. ഒരു ദിവസം ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഓർക്കും, ഇതെല്ലാം നമ്മുടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ വഴിഗമനം കാംക്ഷിപ്പോർ, അത്യുത്സാഹം അവശ്യം താൻ, അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശംവദനായി, സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. നമ്മളിതുവല്ലോ അർത്ഥം അറിഞ്ഞ് പാടാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഒരു കാലത്ത് ഇതൊന്നും അറിയാതെ ഞാൻ ഒത്തിരി കാലം പാടിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. രാജ്യത്തിന്റെ വാതിൽ ചെറിയതാണ്. കർത്താവ് പറഞ്ഞാണ്, നമ്മുടെ ആരാധന ക്രമമെല്ലാം വളരെ ചിട്ടയോടും കൃത്യതയോടുകൂടെ നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് വേണ്ട രീതിയിൽ ചെയ്യാത്തതിന് നമ്മുടെ പിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ അർത്ഥം അറിയണം. രാജ്യത്തിന്റെ വാതിൽ അത് ചെറുതാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഞാൻ പറഞ്ഞതല്ല, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. അത് അതിന്റെ ഇടുങ്ങിയതാണ്, ആ വാതിൽ ചുരുങ്ങിയതാണ്. അതിലൂടെ കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യുത്സാഹം ആവശ്യമാണ്. അത്യുത്സാഹം ആവശ്യമാണ്. ആവശ്യം എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് ആണ് അവശ്യം എന്നുള്ളത്. അത്യുത്സാഹം അവശ്യം താൻ, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി. ഞാൻ എഴുതി വെച്ചിരിക്കുന്നതല്ല കേട്ടോ, നമ്മുടെ പിതാക്കന്മാർ എഴുതിയത. അലസത ലേശം ബാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അലസത വന്നാൽ, നമ്മൾ പാപത്തിന് അശുഭ വഴിക്ക് നല്ലതല്ലാത്ത വഴിക്ക് വശംവദനായി സ്വന്തം ആത്മാവിനെ സ്വയമേ നിഹരിക്കും. വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ഒരു കാര്യം നമ്മൾ ഓർത്തോളും, നമ്മുടെ ആത്മാവിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്, ദൈവം അല്ല, നമ്മുടെ സഹോദരങ്ങളല്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. ആദാമിനോട് ചോദിച്ചു, നീ എന്തോ ചെയ്ത്, നീ എന്തിനാ ഫലം പറിച്ചു തന്നു? അപ്പോൾ ആദാം എന്തോ പറഞ്ഞ്, നീ എനിക്ക് എന്നോടുകൂടി ഇരിക്കുവാനായിട്ട് നിന്ന ഈ ഭാര്യ പറിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാനത് തിന്നത് എന്ന് ആദാം കുറ്റം ഭാര്യയിലേക്ക് ചുമത്തു. ഇന്ന് നിങ്ങൾ അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടി നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കുറ്റങ്ങൾ ചുമത്തും. നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യത്തിലും ഞാൻ തെറ്റാണെന്ന് പറയുകയില്ല. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു, ഈ സാത്താൻ, ഈ സർപ്പം വന്നു പറിച്ച് എനിക്ക് തന്നു, ഞാനും തിന്നു. ഓരോരുത്തരിലേക്കും അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാക്കന്മാരിൽ കൂടെ എഴുതി വെച്ചു, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹരിക്കും. നമ്മുടെ ആത്മാവിനെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്നത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ ശരിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. വായിച്ചു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാവുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11, 12, 13, 14, 15 വാക്യങ്ങൾ അതെല്ലാം വായിക്കുമ്പോൾ നാം അവിടെയും കാണുന്നുണ്ട് ഒരു വലിയ വെള്ള സിംഹാസനം. ഇന്ന് നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ വാദിക്കുകയാണ്. നമ്മൾക്കൊരു തെറ്റ് വരുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ, പിതാവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുന്ന, he is like an advocate now but he is going to be a judge one day. നമുക്ക് വായിക്കാം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും a big white throne, അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഇപ്പോ വായിക്കുമ്പോൾ വേറൊരു കഥ പോലെ നമുക്ക് തോന്നാം. നമ്മളുടെ ഹൃദയം കടുത്തിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും യേശുക്രിസ്തുവിനോടുള്ള ആ ഭക്തിയും ഒന്നും ഇല്ലെങ്കിൽ, വെറും ഒരു ജഡീകനായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്കിതൊക്കെ തോന്നും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഒരു കഥയാണ്. ഇത് വല്ലതും സംഭവമുണ്ടോ? ഒരാള് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ വെറുതെ പറയുന്നതാ. ഇതിൽ എഴുതിയിരിക്കുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ ഭൂമിയും നരകവും സ്വർഗവും അതെല്ലാം ഇവിടെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്ന ഒരു തലമുറയിൽ എന്തും ചെയ്യാം. ക്രൈസ്തവനാണെന്ന്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പള്ളിയിൽ പോവുകയും ആരാധന കൂടുകയും കുർബാന അനുഭവിക്കുകയും എല്ലാം ചെയ്യുന്ന ക്രൈസ്തവരായി നമുക്ക് എന്ത് ദോഷവും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത എത്രയോ പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം നടുവിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ഒരു നിത്യമായ രാജ്യമുണ്ട്. ഒരു ന്യായവിധി നമുക്ക് വരുന്നുണ്ട്. അവിടെ നാം വായിച്ചു, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ബാലം തൊട്ട് വൃദ്ധൻ വരെ എല്ലാവരും സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് നാം കണ്ടു. അവിടെ കാണുകയാണ് മരിച്ചവർക്ക് ഓരോരുത്തരും അവനവന്റെ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. ഓരോരുത്തർക്ക് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാലമെല്ലാം കഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ആ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ഇതിന്റെ വഴിയെങ്കിലോ പുള്ളിയെങ്കിലോ ഒഴിഞ്ഞു പോവുകയില്ല. ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കും. പ്രിയപ്പെട്ടവര്, നമ്മൾക്കൊരു മരണമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ഞെട്ടിക്കാറില്ല. നമ്മൾ മരിക്കുമോ? നമ്മൾ ഒരു മരണ വീട്ടിൽ പോയാൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത്രയുള്ളല്ലോ മനുഷ്യന്റെ ആയുസ്, ഇത്രയും ഉള്ളല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം അതല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഡു വി നീഡ് എ ചേഞ്ച്? നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നമുക്ക് ആവശ്യമുണ്ടോ? No man is changed unless his heart is changed. Christianity is the religion of the heart. നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടാമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പൂശന് തന്റെ തൂക്കം, പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയെ മാറ്റുവാൻ സാധിക്കില്ലെങ്കിലും ദോഷം മാത്രം ചെയ്തവരായി നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. നമുക്ക് തോന്നുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ മാറേണ്ടത് പലതുമുണ്ട്? ഞാൻ പലതവണ അച്ഛൻ്റെ അടുത്ത് ഉപസാരിച്ചു, കുർബാന അനുഭവിച്ചു, എന്നാൽ ജീവിതത്തിന്റെ പഴയ അംശങ്ങൾ ഇന്നും പ്രിയപ്പെട്ടവരെ പഴയകാലങ്ങളിൽ ചെയ്തു പോയ എന്തെങ്കിലും പാപത്തിന്റെ മനസാക്ഷിയുടെ കുത്ത് അനുഭവിക്കുന്ന ഏതെങ്കിലും ദൈവമക്കളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനസാക്ഷി നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നാം ഓർത്തുകൊള്ളണം, ആ പാപങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുകയാണെന്ന്. അതിൽ നിന്ന് മാനസാന്തരം തരുവാൻ, നമ്മുടെ മനസാക്ഷിയുടെ കുത്തിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ വാസ്തവമായ ഒരു അനുതാപവും ഒരു കണ്ണുനീരും ഒരു ഏറ്റുപറച്ചിലും നമുക്ക് വേണം.
യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം 7-ഉം വാക്യം നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. പ്രവാചകനായ യെശയ്യാവ് കരയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. പ്രവാചകൻ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്തുണ്ടായി? ആ യാഗപീഠത്തിൽ നിന്ന് ഒരു സാരാഫുകളിൽ ഒരുത്തൻ തീക്കട്ട എടുത്തുകൊണ്ടുവന്ന് ഇവന്റെ നാവിലേക്ക് തൊടുവിച്ചു. പറഞ്ഞു, because of this live fall, touch your lips, your sin is atoned and your guilt is taken away. പ്രിയപ്പെട്ടവരെ, വാസ്തവമായ ഒരു അനുതാപവും ഒരു മാനസാന്തരവും ക്രിസ്തുവിന്റെ അടുക്കൽ അല്ല പുരോഹിതന്റെ അടുക്കൽ നമ്മൾ പോയി വാസ്തവമായ ഒരു കുമ്പസാരം നടത്തി എല്ലാം ഹൃദയം തുറന്ന് യേശുവിനോട് പറഞ്ഞ് യേശുവിന്റെ സന്നിധിയിൽ എല്ലാം ഏറ്റുപറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിർമ്മലമായ ഒരു ഹൃദയം നമുക്ക് ലഭിക്കും. എന്തെല്ലാം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ദൈവം എന്തുകൊണ്ടാണ് ഈ ധനികനായ മനുഷ്യനെ മൂഢായെന്ന് വിളിച്ചത്? അവന് സ്വത്തുണ്ടായതുകൊണ്ടാണോ? അവൻ അധ്വാനിച്ചു, നല്ലതല്ലേ? അവൻ ധാരാളം സമ്പാദിച്ചു, നല്ലതല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം എന്തുകൊണ്ടാണ് അവനെ മൂഢനെന്ന് വിളിച്ചത്. He was not conscious of God. അവന് ദൈവവിചാരമുള്ളവനായിരുന്നില്ല. അവൻ പറയുന്നത് എന്താണ്? ഞാൻ ഉണ്ടാക്കും, ഞാൻ ഇന്നത് സമ്പാദിക്കും, ഞാൻ ഇന്നതെല്ലാം ചെയ്യും, ഞാൻ ഇന്ന രീതിയിൽ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ദൈവം അനുവദിച്ചാൽ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും അവന്റെ ജീവിതത്തിൽ ഒരു വിഷയമായിരുന്നില്ല. അവൻ തന്നെത്താനെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നമ്മളെ അനേകരും അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ. He was not conscious of God. അവനൊരു ദൈവവിചാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ മൂഢായെന്ന് വിളിച്ചത്, അല്ലാതെ അവൻ സമ്പന്നനായിരുന്നതുകൊണ്ടല്ല. രണ്ടാമത്, he was not conscious of death. അവനൊരു മരണമുണ്ടെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. നമ്മൾ ആ വായിക്കുന്ന ഭാഗത്തൊക്കെയും അവൻ ഏറെക്കാലത്തേക്ക് ജീവിക്കുമെന്നാണ് പറയുന്നത്. For many years I have earned lot of things for many years. ഞാൻ വളരെ കാലത്തേക്ക് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ തലമുറയ്ക്കും വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അവനൊരു മരണമുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. ഇന്ന് നമ്മൾ അനേകർ അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? ഞാനും അങ്ങനെയല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. He was not conscious of death. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യൻ ജനിച്ചാൽ മനുഷ്യൻ മരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും കൊണ്ടുപോവുകയില്ല. ഈ ഭൂമിയിൽ നമുക്കറിയാമല്ലോ എത്രയോ സമ്പന്നര്, എത്രയോ ശ്രേഷ്ഠന്മാര് അവര് ഈ ഭൂമിയിൽ ജീവിച്ചു. ഞാൻ ഒരിക്കൽ കേട്ടു, ഫ്ലോറിഡയില് ഡിസ്നി ലാൻഡിലേക്ക് ഒരു പ്രസിദ്ധനായ ധാരാളം സമ്പാദ്യം അദ്ദേഹത്തിനുണ്ട്. ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു, ഡാഡി ഐ വാണ്ട് ടു സീ ദ ഡിസ്നി ലാൻഡ്, എനിക്ക് ഡിസ്നി ലാൻഡ് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ ജനങ്ങൾ കൂടുന്നിടത്ത് ഈ ജനസമൂഹത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ഒരു പേടിയും ഭയവും ഒക്കെയാണ്. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ആ ഡിസ്നി ലാൻഡിന്റെ ഓണേഴ്സിനെ വിളിച്ചു. 40-40 വർഷം മുമ്പ് ഉണ്ടായ കാര്യമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു, ക്ലോസ് ദ ഡിസ്നി ലാൻഡ് ഫോർ 1 day. I will give you all the money. അത് മുഴുവൻ പൈസയും അന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഞാൻ തരാം. ഒരു ദിവസത്തേക്ക് ഡിസ്നി ലാൻഡ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു. He did it. അദ്ദേഹം അത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യിച്ചു. അദ്ദേഹം പോയി തന്റെ മകളെ കാണിച്ചു. അതുപോലെ റിച്ച് ആയിരുന്നു. എന്നാൽ ആ മനുഷ്യൻ അധികം താമസിക്കാതെ unable to bear the agony of his life, he committed suicide. സ്വത്തില്ലാത്തതുകൊണ്ടാണോ? ധനമില്ലാത്തതുകൊണ്ടാണോ? സമാധാനമില്ലാതെ, ഇതിന്റെ എല്ലാം മധ്യത്തിൽ സമാധാനമില്ലാതെ മനുഷ്യൻ വലയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ദൈവം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? മനുഷ്യന് സമാധാനം തരുവാനാണ്. സമാധാനം തരാമെന്ന് പറഞ്ഞിരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. 53-ാം അധ്യായം യെശയ്യാ പ്രവചനം അതിന് 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes we are healed. നമുക്ക് സമാധാനം. നമ്മളൊക്കെ ഓർക്കും നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവരാജ്യത്തിൽ എത്താമെന്നാണ്. ചിലരെല്ലാം ധാരണ, നമ്മുടെ ധാരണ, ഞാൻ ചെറുപ്പം മുതലേ ഞാൻ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, സാധാരണ എല്ലാവരും പാപം ചെയ്തിട്ടില്ല, അതുപോലെയൊക്കെ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപാട് ദൈവദേശില്ലാത്തവരായി തീർന്നു. ചെറിയ പാപിയൊന്നും വലിയ പാപിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ റോമാലേഖനം അതിന്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ നാം കാണുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്തു. Everybody sinned against God. ദൈവത്തിന് വിരോധമായി എല്ലാവരും പാപം ചെയ്തു. വായിച്ചു.
റോമലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവദേശില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ഒരു പരിശ്രമം കൊണ്ടും വില കൊടുത്തു വാങ്ങാൻ കിട്ടുന്നതല്ലാതെ സാൽവേഷൻ ഓഫ് അവർ സോൾ വി കനോട്ട് ബൈ ഇറ്റ്. നമ്മൾ ദൈവവചനം പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവവചനം നമ്മൾ വായിച്ച് പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചു നോക്കണം. Unless you born again, you will not inherit the kingdom of God. ഞാൻ പറഞ്ഞതല്ല, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ തിരുമായി മുഴിഞ്ഞ് അവന്റെ അടുക്കൽ വന്നുകൂടിയ തന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞതാണ്. നിക്കോദിമോസ് എന്ന് പറയുന്ന ആ ധനികനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞതാണ്, Unless you born again, you will not inherit the kingdom of God. ഞാൻ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ദൈവരാജ്യത്തിൽ നമ്മുടെ കാല് കുത്തുണ്ടായോ? നമ്മൾ ദൈവരാജ്യത്തിൽ എത്തണ്ടായോ പ്രിയപ്പെട്ടവരെ? വല്ലവരും പറയുന്നത് കേട്ട് വല്ലവരുമല്ല നമ്മുടെ ആത്മാവിന്റെ ഉത്തരവാദി. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു, Unless you born again, you will not inherit the kingdom of God. നീ മനസ്സാകെ. അപ്പോൾ നിക്കോദിമോസ് ചോദിച്ചു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ? കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളത്തിലും ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിലും നമ്മൾ രണ്ടാമത് ജനിച്ചില്ല എങ്കിൽ നമ്മൾ ആരും ദൈവരാജ്യത്തിൽ എഴുതി ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പിറന്നപ്പോൾ നമ്മൾ ദോഷികളും നമ്മൾ എന്തെല്ലാം നമുക്കറിയാമല്ലോ. ഒരു കൊച്ചിനെ നോക്കിയാൽ 2 വയസ്സ് 3 വയസ്സ് കുഞ്ഞു വളർന്നു വരുമ്പോൾ എന്തെല്ലാം കുസൃതികളും എന്തെല്ലാം വികൃതിത്തരങ്ങളുമാണ് കാണിക്കുന്നത്. ആരെങ്കിലും നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, അതെല്ലാം രക്തത്തിലുണ്ട്. ഏത് രക്തത്തിലാണ് അത് നമുക്ക് കിട്ടിയത്? ആരാമിൽ നമുക്ക് കിട്ടിയതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനെല്ലാം പരിഹാരം വരുത്തിക്കൊണ്ട്, സകല പാപത്തിനും പരിഹാരം വരുത്തിക്കൊണ്ട് ഒരുവൻ കാൽവറിയിൽ മരിച്ചു. ആ നസ്രായനായ യേശുവിന്റെ ജീവനുള്ള സുവിശേഷമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാമോദിസായില് നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനോ അല്ലെങ്കിൽ തലതൊട്ടമ്മയോ നമുക്ക് വേണ്ടി പ്രാർത്ഥന ഏറ്റുചൊല്ലി തന്നു. സാത്താനെയെ ഞാൻ ഉപേക്ഷിക്കുന്നു, മെസ്സിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ചില സഭകളുടെ ക്രമങ്ങളിലെല്ലാം അവർ ആ തലവിടുന്നവരോട് പറഞ്ഞു വിടും, ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രായമാകുമ്പോൾ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ സ്വന്തം നാവുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മെസ്സിഹായെ ഞാൻ സ്വീകരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനോട് അങ്ങനെ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലേക്ക് വരും. He will come to your heart and cleanse your heart. He will give you a new heart. Unless you born again, you will not inherit the kingdom of God. ഇതെന്റെ വചനമായിട്ട് നിങ്ങൾ എടുക്കരുത്. ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് ഈ സുവിശേഷം. അനേകം ഈ സുവിശേഷം പറഞ്ഞു. അനേക പാപികൾ മാനസാന്തരപ്പെട്ടു, അനേക മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു, അനേക കൊലപാതകൾ രൂപാന്തരപ്പെട്ടു, അനേകരെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ ഇത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ വചനം മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു എന്നാൽ അവിടെ രൂപാന്തരപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നുമില്ലാത്തവരെ ഉയർത്തുന്ന ജീവന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ ഇത്. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ട് കലഹിച്ച് ഡൈവോഴ്സുമെല്ലാമായി നടക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു എന്ന് സമാധാനത്തിന്റെ വീട്ടിൽ നിറയ്ക്കുന്ന ജീവന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ വചനം. നമ്മുടെ എത്ര പേരുടെ വീട്ടിൽ ഇതിന് സ്ഥാനമുണ്ട്? ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നമുക്ക് സമയമുണ്ടോ? ഞാൻ ആരെയും കുറ്റം പറയാനും നിങ്ങൾ ധരിക്കരുത്. നമ്മൾക്ക് രൂപാന്തരം വേണം. യേശു നമ്മുടെ വീട്ടിൽ വരണം പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീട്ടിലും വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്റെ വീട്ടിൽ യേശു ഉണ്ടോ? ഞാൻ എന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളോട് തട്ടിക്കയറുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അരുതാത്തത് ചെയ്യുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയുമ്പോൾ, മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. We need a change. Unless a man's heart is changed, he never change. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഒരു രൂപാന്തരം വേണം. നമുക്ക് പലതും ദൈവം ലോകത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. യാക്കോബ് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, നീ തന്നതിനെല്ലാം എനിക്ക് തന്നതിനെല്ലാം ഞാൻ അപാത്രമത്രേ. I am unworthy. ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും തിരിഞ്ഞു നോക്കി പറയാറുണ്ട്, കർത്താവേ, നീ തന്നതെല്ലാം അനുഭവിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. എങ്കിലും നിന്റെ കൃപയാലെല്ലാം തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരെയും നരകത്തിൽ തള്ളിയിടുവാനല്ല ദൈവം നരകം ഉണ്ടാക്കിയിരിക്കുന്നു. നരകം പിശാചനും
അവന്റെ സന്തതിക്കും ഒരുക്കിയിരിക്കുന്ന നരകമാണ്. നമ്മളാരും അതിൽ പോകാനല്ല. നമ്മളത് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഫോൾട്ട് കൊണ്ടല്ല, നമ്മുടെ ഫോൾട്ട് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് വലിയ വിലയുള്ളതാണ്. നമ്മളോർക്കും രക്ഷ സൗജന്യമാണ്. യെസ്, സാൽവേഷൻ ഈസ് ഫ്രീ. ബട്ട് അതിന്റെ പിറകിൽ വലിയ വില കൊടുത്ത ഒരു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനുണ്ട്. അവന്റെ അരുമകുമാരന്റെ അവസാനത്തുള്ള രക്തം വരെയും കൊടുത്ത്, പിശാചിന് മറവിലിയായി കൊടുത്ത്, പിശാചിന്റെ കയ്യിൽ നിന്ന് എന്റെയും നിന്റെയും ആത്മാവിനെ പിടിച്ചു വാങ്ങിയ ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അവനാണ് നസ്രായനായ യേശു ക്രിസ്തു. ദൈവത്തിന്റെ ജീവനുള്ള സുവിശേഷം സഹോദരന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നിന്റെ കുടുംബത്തിൽ ഇതുവരെയും കാണാത്തൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. നിന്റെ ഹൃദയത്തിൽ യേശു വന്നാൽ നിന്റെ ഹൃദയം എന്ന് തുടിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും പ്രാർത്ഥിക്കാത്ത രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കും. യേശുവിനോടുകൂടി അന്തി ഉറങ്ങുവാൻ, പാപിയായ സ്ത്രീയെ പോലെ കരയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അജമോ ആടോ ചെങ്ങാലിയോ ഗുരുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്നും കൊണ്ടുവരുന്നില്ല. പിന്നെ എന്തോ കൊണ്ടുവന്ന് പാപിനിയായ സ്ത്രീയെ പോലെ ഇരുപോയി കണ്ട് അജമോ ആടോ ചെങ്ങാലിയോ ഒരു പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാശയായി ടർപ്പിക്കുന്നില്ല. പിന്നെ എന്തോ കൊണ്ടുവരാൻ? ശമോൻ തൻ ഭവനേ ചൊന്ന പാപിനി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേലയ തോന്നണമേ. നമ്മളാരും ഒരു ദോഷവും ചെയ്യാത്തവരല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയിൽ അത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പാടാറുണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഓർത്ത് രണ്ടു തുള്ളി കണ്ണുനീർ യേശുവിന്റെ പാദപീഠത്തിൽ സഹോദര നീ എന്തെങ്കിലും ഒഴുക്കിയതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയം യേശുവിന്റെ അടുക്കൽ കൊണ്ട് എന്നിട്ട് പറയണം, കർത്താവേ എന്റെ ഹൃദയം നല്ലതല്ല, ഞാനൊരു നല്ല മനുഷ്യനല്ല, ലോകത്തിൽ പലരും നേടി പലതും സമ്പാദിച്ചു, എന്നാൽ ഒരു ചീത്തയുമെല്ലാം നേടി. ബട്ട് എന്റെ ആത്മാവിന് വേണ്ടി he was not conscious of his spirit. അവനൊരു ആത്മാവുണ്ടെന്ന് അവൻ ചിന്തിച്ചില്ല. ദൈവം അവന് മൂഢായെന്ന് വിളിച്ച് ഒന്നാമത് അവന് ദൈവബോധമില്ലായിരുന്നു. രണ്ടാമത് അവന് ഒരു മരണമുണ്ടെന്ന് അവൻ ധരിച്ചില്ല. മൂന്നാമത് അവനൊരു ആത്മാവുണ്ടെന്ന് അവൻ ധരിച്ചില്ല. അവൻ ഓർത്തിരിക്കുന്ന ഈ ഭൂമിയിൽ ഇങ്ങനെ മെനി years ഞാൻ വേണ്ടത് സമ്പാദിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളിൽ അനേകർ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. പൈസ ഉണ്ടാക്കുവാൻ വേണ്ടി എന്ത് അക്രമവും കാണിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയും, നമ്മൾ പലതും ചെയ്യുന്നത് ആരും കണ്ടില്ല എന്നാണ്. എന്നാൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ കാണാതെ നിനക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എത്ര ഇരുട്ടത്തിരുന്ന് മറഞ്ഞതും ചെയ്താലും ഒരു ദിവസം നിന്റെ കണക്ക് വിസ്താര സഭയിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കാണുക വായിക്കുമ്പോൾ ഇന്ന രാത്രി ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന പകല് ഇന്ന സമയത്ത് ചെയ്ത ഭാഗമെന്ന് എഴുതി വയ്ക്കുമ്പോൾ നീ ലജ്ജിതനായി പോകും. അതിനിടെ വരാതെ മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ജീവന്റെ വചനം വളരെ ഗൗരവമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു പൈസയും നിങ്ങളുടെ ആരുടെയും ഉപയോഗിക്കാനില്ല ഞാൻ വന്നിരിക്കുന്നു. ഞാൻ അനേക സ്ഥലങ്ങളിൽ ഈ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്നോട് ദൈവത്തിന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പൈസയൊക്കെ തന്നാൽ വാങ്ങിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ ദാസന്മാര്. നമ്മളാരും ഈ വയറ്റിപ്പഴപ്പിന് നടക്കുന്നതല്ലേ എന്നൊക്കെ പലരും പറയും. പ്രിയപ്പെട്ടവരെ, ഞാനും വയർലെസ് ഒന്നുമല്ല, പക്ഷേ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ ഇന്ന് പറയാം നിങ്ങളോട്, ഇതുവരെയും എനിക്ക് 70 വയസ്സ് കഴിഞ്ഞ വർഷം തികഞ്ഞു. $1 പോലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ സുവിശേഷം പറഞ്ഞ് ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് പ്രതിഫലം തരുന്ന ആരാണ്? എനിക്ക് സ്വർഗത്തിലെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ പ്രതിഫലം തരും. കൂലിയും പ്രതിഫലവുമായിട്ട് വരും. ഞാൻ എന്തെങ്കിലും നല്ല വേല ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വചനം പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് കൂലിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് കൂലിയും പ്രതിഫലവും തരുന്ന ഒരു നല്ല കർത്താവിന്റെ മുന്നിൽ ഒരു ദിവസം ഞാൻ ചെല്ലും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, I fought a good fight. ഞാൻ നല്ല പോർ പൊരുതു, and I finished my race. ഞാൻ എന്റെ ഓട്ടം തികച്ചു. ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ അതാണ്. ഒരു ദിവസം എനിക്ക് വേണ്ടി ജീവനെ തന്ന എന്റെ ആത്മാവിനെ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ അറുക്കപ്പെട്ട അവന്റെ അടുക്കൽ ഞാൻ ഒരു ദിവസം ചെല്ലും.
അപ്പോൾ അന്ന് എനിക്ക് പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അന്ന് അവൻ കൈപിടിച്ച് ആ ദൈവദൂതന്മാരോട് കൂടെ അന്ന് അവിടെ മോശമാണ്, ഏലിയാവുമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വാങ്ങിപ്പോയ ദൈവഭക്തന്മാരായ ആളുകളെല്ലാവരും കാണും. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്, ഒരു പ്രതിഫലവും നോക്കിയല്ല. എന്നാൽ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്ക്. അവിടെ പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി മാനസാന്തരപ്പെടാത്ത 99 നീതിമാന്മാരെക്കാൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുമോ? നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഞാൻ സഭയുടെ ഉപദേശങ്ങൾ, ഞാൻ ഒരു സഭയുടെയും ഉപദേശങ്ങൾക്ക് എതിരല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ സഭയെയും മാനിക്കുകയും ആദരിക്കുകയും ദൈവത്തിന്റെ വചനം പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പ്രതിഫലത്തിന് വേണ്ടി ദൈവത്തിന്റെ വേല ജോലിക്ക് വിൽക്കുന്ന ഒരു ദൈവദാസനല്ല. ആരെങ്കിലും വാങ്ങിക്കുന്നു വാങ്ങിക്കാതിരിക്കുന്നു അതൊന്നും എന്റെ വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യൻ മാനസാന്തരപ്പെടണം. ഒരു പാപി മാനസാന്തരപ്പെട്ട ഒരാത്മാവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുചെന്നാൽ അതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് ഒരു ദൈവ സന്നിധിയിൽ നമുക്ക് നേരുള്ളതായിട്ട് നമുക്ക് നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് മരിച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വളരെ വ്യക്തമായിട്ട്, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് വചനം പറയുമോ? ഐ ഡോണ്ട് നോ. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിച്ചില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? ഞാൻ ആരെയും വേദനിപ്പിക്കുവാൻ പറഞ്ഞല്ല, ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. കർത്താവെ, നിന്റെ കൃപയാൽ സൗജന്യമായി ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണല്ലോ. ഞാൻ ഇന്ന് രാത്രി മരിച്ചാൽ സമാധാനത്തോടെ എനിക്ക് നല്ല ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഉറപ്പ് ലഭിക്കും? നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ആർ യു മാരീഡ്? വാട്ട് ഈസ് യുവർ ആൻസർ? യെസ്. നമ്മൾ മാരീഡ് ആണെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളുണ്ടോ? യെസ്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വയറ് നിറച്ച ആഹാരം കഴിച്ചു. ആരെങ്കിലും ചോദിക്കുകയാണ്, ഭക്ഷണം കഴിച്ചാണോ? വയറ് നിറച്ച ആഹാരം കഴിച്ചു നിൽക്കുമ്പോൾ ആർക്കറിയാമെന്നല്ല നമ്മൾ പറയുന്നത്, ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചതാണ്, എനിക്കിനി വേണ്ട. ദൈവത്തിന്റെ മക്കൾക്ക് അതുപോലെയാണ് അവരുടെ ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, പാപം മോഹിച്ചു കിട്ടിയ ഒരു ദൈവം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യമല്ല. അത് ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപത്തിന്റെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ചെറുപ്പകാലത്ത് എന്റെ 17-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ജീവനോധനം കേട്ടപ്പോൾ അതുവരെ ഞാൻ പള്ളിയിൽ പോയി കപടഭക്തനായി നിന്ന് ആരാധനയ്ക്കെല്ലാം അച്ഛന്മാർ വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ പോയി പാടുമായിരുന്നു. പാടുന്നയായ സ്ത്രീയെ പോലെ ഇതുവരെ കണ്ണുനീരുണ്ടെന്ന് മനസ്സിലിടന്നു എന്ന് പാടിയൊരു കപടഭക്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നാൽ എന്റെ 17-ാമത്തെ വയസ്സിൽ നസറായനായ യേശു എന്റെ ചങ്കിലേക്ക് കാലെടുത്ത് വെച്ച് കയറി. അന്ന് ഞാൻ ആത്മാർത്ഥമായി കരഞ്ഞു. എന്റെ യേശുവിന്റെ സന്നിധിയിൽ അന്ന് രാത്രി എന്റെ പാപങ്ങളോട് ഞാൻ കരഞ്ഞു. സഹോദര, അങ്ങനെ നല്ല അനുഭവമുണ്ട്. നിന്റെ ജീവിതം മാറും. പ്രിയപ്പെട്ടവനെ, നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കും. ദാവീദിനെ പോലെ പറയുവാനായിട്ട് സാധിക്കും, ഐ വിൽ സ്ലീപ് വിത്ത് പീസ്. ദൈവത്തിന്റെ സ്തോത്രം. ദാവീദ് പറഞ്ഞില്ല, എനിക്ക് ഇത്രയൊക്കെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് സമാധാനം എന്ന് പറഞ്ഞില്ല. വായിച്ചു നോക്ക്, 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചു നോക്ക്. ആ സങ്കീർത്തനം 4-ാം അധ്യായം 4-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ യഹോവേ എന്നിടത്ത് വസിക്കുമാറാക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദാവീദിന്റെ ജീവിതത്തിൽ പാപം മാറിയെന്നുള്ള ഉറപ്പ് കിട്ടി. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുവന്നില്ലേ? തെറ്റുവന്നു. എന്നാൽ ദാവീദ് എന്തോ ചെയ്തു? പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അന്ന് മുതൽ കണ്ണുനീരോടെ ഇരുന്നു. 51-ാം സങ്കീർത്തനം വിട്ടു. അവനെ ഒന്ന് പ്രാർത്ഥിച്ചു, അവന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടി എന്നുള്ള ഉറപ്പ് ലഭിച്ചു. ദാവീദ് പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് ഒരാത്മാവുണ്ടെന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? He was not conscious of a God. He was not conscious of a death. He was not conscious of his soul. അതുപോലെ തന്നെ he was not conscious of others. കർത്താവ് പറഞ്ഞു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരൻ വിഷമിക്കുമ്പോൾ ഇവന് ഇത്രയും സ്വത്തുണ്ട് അവന്റെ കയ്യില്, എന്നാൽ അവൻ പറഞ്ഞില്ല അതിന് 10 രൂപ എടുത്ത് ഞാൻ ഇല്ലാത്തവന് കൊടുക്കുമെന്ന് അവൻ പറഞ്ഞില്ല.
ഞാൻ for many years I learned all this. I store everything in my warehouse. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, എന്നോട് തന്നെ ഇരുന്ന് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നു, നിന്റെ സഹോദരന് ചെന്നാൽ അവർ ഭക്ഷിപ്പാൻ കൊടുക്കുക. നമുക്കുള്ളതിന്റെ ഒരു ഓഹരി ദൈവം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ബാങ്കിൽ ഈ ബാങ്കിൽ ഇട്ടുകൊണ്ട് ഞാൻ സമ്പാദിച്ചതല്ലേ, എന്റെ കൈയല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നീ എന്തുണ്ടാക്കി ഭാര്യയോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അമേരിക്കയിലെ ഓരോരുത്തരുടെയും അനേകരെ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ എന്തുണ്ടാക്കി, എന്റെ കൈയല്ലേ ഇതെല്ലാം സമ്പാദിച്ച്. പ്രിയപ്പെട്ടവനെ, ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യവും തന്നുകൊണ്ടാണ് നിനക്കിതെല്ലാം സാധിച്ചത്. പ്രിയപ്പെട്ടവനെ, നീ ഓർത്തുകൊള്ളുക, നീ അറിയാതെ ഭയപ്പെടുക. ഒരു ദിവസം ദൈവം ഇതെല്ലാം കണക്ക് ചോദിക്കും. നിനക്കിതെല്ലാം ഞാൻ തന്നതല്ലേ, സൗജന്യമായി തന്നതല്ലേ, നീ എന്ത് എനിക്ക് വേണ്ടി ചെയ്തു? വാട്ട് യു ഡിഡ് ഫോർ മീ, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? നീ ഒരാത്മാവിനെ, നരകത്തിലേക്ക് പോകുന്ന ഒരാത്മാവിനെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തുവോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കേട്ടത് കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കൽ കേൾക്കാതിരുന്നാൽ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറയണം. യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നതിനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അനുതാപം തരുന്നു. ഒരു സഭയിൽ മാറണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്ന സഭയിൽ, ഏത് സഭയിലാണ് നിൽക്കുന്നത്? ഒരു സഭയുടെ ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിലിജിയൻ ഓഫ് ഹാർട്ട്. ഹൃദയത്തിന്റെ മതമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലാണ് മാറേണ്ടത്. കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നാണ് സർവ്വ ദുർചിന്തയും സർവ്വ അശുദ്ധിയും സർവ്വ അഴുക്കുകളും മനുഷ്യനിലേക്ക് വ്യാപരിക്കുന്നത്. എവിടെ നിന്നാണ്? അത് ഫ്രം ദ ഹാർട്ട്. കർത്താവിന്റെ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട്. വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി. ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു പ്രയാസം വരികയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സങ്കടവും തോന്നുന്നില്ല. അത് വല്ലവന്റെയും ദുഃഖം, എന്റെ ദുഃഖം, എനിക്ക് ദുഃഖം വന്നാലേ ഞാൻ കരയുള്ളൂ. എന്നാൽ ദൈവം ഞാൻ പറയാണ്, പ്രവാചകനായ എസ്കേൽ കൂടെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ മനുഷ്യരാതിക്ക് ആവശ്യമാണ്, എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളാരെയും വിധിച്ചു തള്ളിയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നരുത്. ദൈവത്തിന്റെ ജീവനുള്ള വചനം നമുക്ക് രൂപാന്തരപ്പെടണം. നമുക്ക് യേശുക്രിസ്തുവിന്റെ വ്യക്താക്കളാക്കി ക്രിസ്ത്യാനി എന്ന പേര്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട് വെള്ളിക്കോൽ എന്ന് പറയുന്ന സാധനം. വെള്ളിക്കോൽ എന്നാണ് അതിന്റെ പേര്. അത് തൂക്കുന്ന സാധനമാണ്. ഇങ്ങനെ സാധനങ്ങളൊക്കെ തൂക്കുന്ന സാധനമാണ്. അതിന് വെള്ളിയുടെ ഒരു അംശം പോലും ഇല്ല. വെള്ളിക്കോൽ എന്നാണ് പേര്. ഇന്നത്തെ ക്രിസ്ത്യാനി അതുപോലെയാണ്. ക്രിസ്ത്യാനിക്ക് എന്തനുമതിയും ചെയ്യുവാൻ, എവിടെ ചെന്ന് ചെയ്യുവാൻ യാതൊരു മടിയുമില്ല. ഒരു പ്രചാരിക്കാരൻ ചെയ്യാത്ത എല്ലാ പാപങ്ങളും ചെയ്യും. പള്ളിയിൽ വന്ന് അന്തസ്സായിട്ട് കുർബാന കാണുകയും കുർബാന കൈക്കൊള്ളുകയും എല്ലാം ചെയ്യും. കാരണം ഹൃദയം കടുത്തുപോയി. ഇവിടെ ഇനിയും നിനക്കൊരു പുതിയ ഹൃദയം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അനവനായ മനുഷ്യനെ മൂടനെന്ന് ദൈവം വിളിച്ചു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരെയെങ്കിലും ദൈവം മൂടനെന്ന് വിളിക്കും. എല്ലാം സമ്പാദിച്ചു, എന്നാൽ നേടിയ പ്രിയപ്പെട്ടവരെ, ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ ആ സമ്പാദിക്കേണ്ടത് നമ്മുടെ ആത്മാവ് മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ് നാം സമ്പാദിക്കണം. പ്രിയപ്പെട്ടവരെ, അത് വേറെ ആരും തരുന്നില്ല. ലോകം തരാത്ത സമാധാനം യേശുക്രിസ്തു തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഇഹത്തിലെ ധനം സുഖം യജസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ഇഹത്തിലെ നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എത്ര ധനികനായാലും പിന്നെ അടുത്ത ആളുകളുടെ ചോദ്യം, ബോഡി എപ്പോഴാ മറവ് ചെയ്യുന്നത്, ബോഡി എപ്പോഴാ കൊണ്ടുപോയി ശവം നടക്കുന്നത് എന്നാ ചോദിക്കുന്നത്. അവൻ എത്ര മഹത്വമുള്ളവനായിരുന്നു എന്നൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തോളാം, ഇഹത്തിലെ ധനം സുഖം യജസ്സും ആഭിജാത്യവും. നിനക്ക് ഇപ്പോൾ വലിയ വിദ്യാഭ്യാസം ഉണ്ടേക്കാം, നീ പണ്ഡിതനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ മാനേജറായിരുന്നിരിക്കാം, ഒന്നും വഹിച്ചുകൊണ്ട് പോവുകയില്ല. അന്ത്യയാത്രയിൽ നിന്നെ കൊണ്ടുപോകുമ്പോൾ പാവപ്പെട്ടവനും നീയും പോകുന്നത് ഒരുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, വഹിച്ചു കൊണ്ടുപോവുകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ഒരു അന്ത്യയാത്ര നമുക്കൊക്കെ ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആരെയും ഭയപ്പെടുത്തുവാൻ പറയില്ല. നിങ്ങളോട് എന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് ഞാൻ നാളെ നീ എന്ന് പണ്ടൊക്കെ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ടുഡേ മീ ടുമാറോ യു. നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം മരിക്കും. യുഗത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മധ്യയാത്രയിൽ. തിരിഞ്ഞു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതെല്ലാം അതിർത്തിയിൽ ത്യജിക്കണം. ഞാൻ എഴുതിയ പാട്ടല്ല, കൂത്താട്ടോളം മേരി ജോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ എഴുതിയ പാട്ടാണ്. ജീവിതത്തിൽ നാം എന്ത് നേടിയെന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ജീവന്റെ ആഹാരം ദൈവമായിട്ട്. വാട്ട് ഈസ് ഹിസ് റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്? ക്രിസ്തുവാണ് ഒരു മനുഷ്യനെ ദൈവരാജ്യത്തിൽ എത്തുന്നത്, നമ്മുടെ പുണ്യ പ്രവൃത്തികളല്ല. ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഈ ലോക ജീവിതത്തിൽ നാം നേടിയെടുക്കണം പ്രിയപ്പെട്ടവരെ. പലതും നേടിയെന്നൊക്കെ നമ്മൾ പറയുന്നു. ഇന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തുന്നു. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടൊന്നും അത് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അത് കൃപയാലാണ്. ദൈവത്തോട് ചോദിച്ചു വാങ്ങണം, ദൈവമേ നിന്റെ കൃപയാൽ എനിക്കൊരു പുതിയ ആത്മാവിനെ തരണമേ, എനിക്കൊരു മനസ്സാന്തരം തരണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധ സ്ലീബായാൽ നമ്മുടെ അച്ഛൻ പടിഞ്ഞാറോട്ട് നിന്ന് അനുഗ്രഹിക്കുമ്പോൾ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമേ. രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര ക്രിസ്ത്യാനി അതിന് പറയും പ്രിയപ്പെട്ടവരെ. അച്ഛൻ എന്നും അനുഗ്രഹം പറഞ്ഞു വിടുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമേ. ദൈവവചനം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ഈ പുസ്തകം രാവിലെയും വൈകിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം അവരുടെ കയ്യിൽ കൊടുക്കണം, അവരത് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അധികമൊന്നും നേടിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ വചനം കൊണ്ട് മറ്റുള്ളവരെ രക്ഷയിലേക്കും ക്രിസ്ത്യാനിത്വത്തിലേക്കും വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ D.L. മൂഡി, അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയായിരുന്നു. അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരുത്തൻ ചോദിച്ചു, മൂഡി, what you are saying? No English, no grammar, nothing. ഒരു ഗ്രാമറും ഇല്ല നിന്റെ ഇംഗ്ലീഷിന്. അദ്ദേഹം എടുത്ത വഴി പറഞ്ഞു, ഒരു ഗ്രാമറും ഇല്ലാത്ത ഈ ഇംഗ്ലീഷ് ഉണ്ട് അനേകരെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവനെ, ഞാൻ സംസാരിച്ച് നടക്കുന്നുണ്ടല്ലോ, ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പേരിൽ നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവൻ. ചിലപ്പോൾ ഗൗരവമായിട്ട് സംസാരിച്ചിരിക്കാം. ദൈവത്തിന്റെ വചനം നമ്മോട് കഠിനമായി ഇടപെട്ടിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹൃദയത്തെ തകർക്കുവാനും നമുക്കൊരു രൂപാന്തരം തരുവാനുമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പേരിലെ നിന്റെ സമയമെല്ലാം കളയരുത്. ദൈവത്തിന്റെ സ്തോത്രം. നാടും വീടും എല്ലാം ഒഴിഞ്ഞു പോകും. കിട്ടിയ വീടും നിലം പൊരുളും കണ്ടിടും മറ്റോരുടയവരും കൂടുവിട്ടു ജീവൻ പോയാൽ കൂടെ വരുമോ കൂട്ടിനായി? ആരും വരില്ല പ്രിയപ്പെട്ടവർ. മരണം തോർക്കാൻ കടക്കുമ്പോൾ വിത്തിൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് ഒരു ദിവസം കർത്താവ് പറയും. 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ തന്റെ സഹോദരനായ അഹ്റോൻ മരിച്ചു നിൽക്കുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് ദൈവം വിളിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം പൊടിയോർ ചെയ്ത് 90-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം അതിനോട് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായ മോശ സങ്കടത്തോടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ഒരു ദിവസം വിളികൾക്കും പ്രിയപ്പെട്ടവരെ ഒരുങ്ങി നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. അല്ലാതെ കെട്ടുകളുടെയും കഥയും പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ചു വിടുവാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും ആളുകൾ സുവിശേഷം പറഞ്ഞ് എന്തോരും പലതോ തമാശയോ, അതിനൊക്കെ വേറെ രംഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. പലതോ തമാശയും കേൾക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ള ഇരുവായത്തിലുള്ള ഏത് വളഞ്ഞേക്കോളം അതിന് മൂർച്ചയുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് കോട്ടയത്ത് രണ്ടുപേര് കൂടി ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്തു. ആ മനുഷ്യരെ പോലീസുകാരെ പിടിച്ചു. പോലീസുകാർ അത് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പോലീസുകാർ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവര് യാവുന്ന പരിപാടിയല്ല. അന്നത്തെ ഈ ക്രൂരമായ നടപടി എന്ന് പറഞ്ഞാൽ നഖത്തിന്റെ ഇടയ്ക്കൂടെയൊക്കെ സൂചിയൊക്കെ കുത്തിക്കയറ്റും സത്യം പറയിപ്പിക്കാൻ വേണ്ടി. ഇവര് രണ്ടുപേരെയും കൈയുടെയും കാലിന്റെയും നഖത്തിന്റെ ഇടയിലെല്ലാം പോലീസുകാര് സൂചിയെല്ലാം കുത്തിക്കയറ്റി. ഇവര് സമ്മതിച്ചില്ല ഞങ്ങളാ കൊന്നതെന്ന്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട ദൈവദാസൻ
കോട്ടയം പട്ടണത്തിൽ ഒരു സുവിശേഷ യോഗം നടത്തി. ഒരു സുവിശേഷ യോഗത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ദൈവദാസൻ അവിടെ നിന്ന് വിസ്താരം പറഞ്ഞപ്പോൾ ഈ രണ്ട് കൊലപാതകന്മാർ എഴുന്നേറ്റ് നിന്നു. അയ്യോ, ഞങ്ങളാണ് കൊലപാതകം നടത്തിയത്, ഞങ്ങളാണ് ഈ വ്യക്തിയെ കൊന്നതെന്ന് അങ്ങനെ വിളിച്ചു പറയണമെന്നല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഉടനെ പോലീസുകാർ വന്ന് അവരെ പിടിച്ചു. അപ്പോൾ അന്നത്തെ ആ ദൈവദാസൻ പറഞ്ഞു, ഇവർ ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരാണ്, ഇവരെ ഉപദ്രവിക്കരുത്, ഇവരെ വെറുതെ വിടുക. പ്രിയപ്പെട്ടവരെ, അവരെ വെറുതെ വിട്ടു എന്നല്ല ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവർക്ക് പാപബോധം വന്നത്? ദൈവത്തിന്റെ വചനം ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം ഇറങ്ങുമ്പോൾ കുറ്റത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം ഇറങ്ങുമ്പോൾ പാപിയാണെന്നുള്ള ബോധ്യം വരും. പ്രിയപ്പെട്ടവരെ, അയ്യോ ഞാൻ എന്ത് ചെയ്യട്ടു, ഞാൻ മരിച്ചാൽ നിത്യ നരകത്തിലെത്തുമെന്ന് അനേകർ ചിന്തിച്ച് മാനസാന്തരപ്പെട്ട് അനേകർ വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചു. ആ ധനവാനായ മനുഷ്യനെ പോലെ നമ്മളാരും വിട്ടികളാവരുത്. നമുക്കൊക്കെ ദൈവം ധാരാളമായി തന്നിട്ടില്ലേ? ദൈവം ധാരാളമായി തന്ന വ്യക്തികളല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഓർക്കാറുണ്ട്, ഈ ഇവിടെ ഇരുന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒന്നുമില്ലാത്തൊരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു. അദ്ദേഹവും ആ മാതാവും യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാരും ഞെട്ടി വിളിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഉയർത്തിയ ഒരു ദൈവം, ഒന്നുമില്ലായ്മ. ഇന്ന് അദ്ദേഹം PhD കാരനാണ്. എനിക്ക് അതിന്റെ ഒരു അംശം പോലും വ്യത്യാസമില്ല. എന്റെ തലയിൽ കളിമണ്ണാണ്, എന്നാൽ എന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. എന്നാൽ എനിക്കും അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. എന്റെ അപ്പൻ പള്ളിയിലെ ഏറ്റവും വലിയ എന്നും പോയി ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എന്റെ അപ്പൻ ഒരു ദിവസം ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോയിട്ട് വന്നു വാവിട്ട് കരയുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ബി ഗോഡ് കോൺഷ്യസ്. ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ കാണുന്നു. അമേരിക്കയിൽ ജീവിച്ചു, അല്ല ഇനി ചന്ദ്രനിലായാലും, അല്ല ഇനി ശുക്രനിലായാലും, ബുധനിലായാലും, വ്യാഴത്തിലായാലും ഒരു കണ്ണ് നിന്നെ പിന്തുടരുന്നുണ്ട്. ഒരു ദിവസം നിന്നെ കണക്ക് വിസ്തരിക്കും പ്രിയപ്പെട്ടവരെ. ജീവന്റെ പുസ്തകം തുറക്കും. പുസ്തകങ്ങൾ തുറന്നു. എന്റെ വായന വചനമല്ല. വെളിപ്പാട് പുസ്തകം 20-ാം വാക്യം മുതൽ വായിച്ചു നോക്ക്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം ഉണ്ടായി തുറന്നു. ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനോത്തോളം അന്നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒന്നും ഒളിഞ്ഞിരിക്കുമെന്ന് നമ്മളാരും ധരിക്കരുത്. നമ്മുടെ ക്ഷമിക്കപ്പെടാത്ത എല്ലാ പാപങ്ങൾക്കും അവിടെ ഇന്നും ലിസ്റ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവവചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ധനവാനെ പോലെ ആകാതെ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുക. എന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഇന്ന് ഈ കടന്നു വന്ന ദൈവമക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടണം, ദൈവത്തെ അറിയണം. ടു നോ ക്രൈസ്റ്റ്. ക്രിസ്തീയ ജീവിതം എന്താണ്? ക്രിസ്തുവിനെ അറിയുക, കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക. പ്രിയപ്പെട്ട ദൈവത്തെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു ദിവസം പറയാനിടവരുത്, അയ്യോ ഇറ്റ് ഈസ് ടു ലേറ്റ്. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, The summer is over and the harvest is finished, but I am not saved. കൊയ്ത്ത് കഴിഞ്ഞു, വലശേഖരണം കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. ഇതൊന്നും എന്റെ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവത്തിന്റെ വചനം വായിക്കുക. ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുവാൻ നമുക്ക് അനേകർക്ക് മടിയില്ലേ? സുവിശേഷ യോഗങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെയും കുറ്റം പറയാനും ധരിക്കരുത്. ഈ ദൈവത്തിന്റെ വചനം എടുക്കുവാൻ നമുക്ക് മടിയില്ലേ പ്രിയപ്പെട്ടവരെ? ഈ വചനം വെച്ചുകൊണ്ടാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് ന്യായവിധിയുടെ വചനമായി നമുക്കാർക്കും വരാതിരിക്കട്ടെ. ഇത് നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന ജീവനുള്ള വചനമായി ഈ വചനം എടുക്കുവാൻ മടിക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രായമുള്ള അമ്മച്ചി, അതിന് ആ അമ്മച്ചിക്ക് ഒരു 85-90 വായിക്കാനൊന്നും അറിയത്തില്ല. അമ്മച്ചി വേദപുസ്തകം കൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികൾ കളിയാക്കി, എന്താ അമ്മച്ചി വായിക്കാൻ പോലും അറിയത്തില്ലല്ലോ. അമ്മച്ചി പറഞ്ഞു, എടാ മക്കളെ, ചുമട്ടുകൂലി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പുസ്തകത്തെ മാനിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം വരും പ്രിയപ്പെട്ടവരെ, നിനക്കും എനിക്കും മടിയില്ലേ? ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് പേരുണ്ട്. വെള്ളിപ്പോര് പോലുള്ള അനുഭവമാണെങ്കിൽ നമുക്കൊരു രൂപാന്തരം തരുവാൻ യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പാവപ്പെട്ടവനായ എന്റെ നാവിൽ നിന്ന് വന്ന ഈ ദൈവത്തിന്റെ വചനമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നാൽ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർത്താവിനോട് പറയും, മകനെ, നിങ്ങൾ കൊളറാഡോയിൽ പോയി അന്ന് വചനം പറഞ്ഞല്ലോ, ഒരാള് ദൈവത്തെ അറിയുവാനിടയായി.
എനിക്ക് പ്രതിഫലം തരുന്ന എൻ്റെ പ്രതിഫലം അതാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭൂമിയിലെ ആരും തരുന്ന പ്രതിഫലമല്ല, എനിക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയിൽ ഉണക്കാം. ഒരു നിമിഷ നേരം നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രിയപ്പെട്ടവരെ? ഞാൻ ഏതെങ്കിലും സഭയുടെ ഉപദേശത്തെ ഖണ്ഡിച്ചു പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നിൽക്കുന്ന സഭയെ മാനിക്കുകയും ഞാൻ നിൽക്കുന്ന സഭയിലെ എന്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച ആ പ്രാർത്ഥന അതുപോലെ ഞാൻ അനുസരിക്കുകയും അവരുടെ വായിൽ നിന്ന് കേട്ട ജീവന്റെ വചനം അനുസരിച്ച് മനസ്സാന്തരപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കും മനസ്സാന്തരപ്പെടാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, കഴിഞ്ഞ വന്നുപോയ പാപങ്ങൾക്ക് തിരുമേനി പരിഹാരം എത്തിത്തരണമേ. എന്നെ ജീവിപ്പിക്കണമേ കർത്താവെ. മൂടനെന്നുള്ള വിളി കർത്താവെ, ഇനിയും സമയമുണ്ടല്ലോ. ഈ ഭൂമിയിൽ എനിക്ക് തന്നിട്ടുള്ള ആയുസ് മൂടായെന്നുള്ള വിളി കേൾക്കാതെ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിന് മുമ്പ് മനസ്സാന്തരപ്പെടുക, നല്ലൊരു വിശ്വസ്തമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുക. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രതിഫലം കൂടാതെ നിന്റെ വചനം പറയുന്ന അനേക ദൈവമക്കളെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തലമുറയിൽ, ഈ കൊളറാഡോ ദേശത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം കർത്താവേ. ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന, സത്യദൈവം ജീവിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറ ചെറുപ്പക്കാരെയും യൗവനക്കാരെയും വൃദ്ധന്മാരെയും എല്ലാം എഴുന്നേൽപ്പിക്കണമേ. ഇന്ന് കടന്നു വന്ന് നിന്റെ പ്രിയ മക്കളെ ഓരോരുത്തരെയും തിരുമേനി അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹർട്ട് ചെയ്തുവെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കണം. അതിനുവേണ്ടി നിങ്ങൾ പറഞ്ഞാണ്. നമുക്ക് എല്ലാവർക്കും ദൈവം വേണ്ടതെല്ലാം ഈ അമേരിക്കയിൽ തന്നിട്ടുണ്ട്. ബട്ട് വൺ തിങ് വി ആർ മിസ് ലോട്ട് ഓഫ് us. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ. ദൈവം തന്നാൽ ആരും എടുത്തു കളയില്ല. ഭൂമിയിലെ ആളുകൾ തന്നാൽ അതെല്ലാം തീരും. എന്നാൽ തീരാത്ത സന്തോഷം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും തരട്ടെ. എന്ന് കടന്നു വന്ന എല്ലാ മക്കളുടെയും എല്ലാം ഓരോരുത്തരുടെയും ഭവനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം തലകളെ നമുക്ക് ആശീർവാദം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാൾ ഉണ്ടായിരിക്കുന്നവരാകട്ടെ. പിള്ളേര് ഒരു പെട്ടെന്ന് പാട്ട്, അപ്പം ഞാൻ ഒരു പാട്ട് രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല എന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം പകരുമവൻ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം പകരുമവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത.
വരവടുത്തു മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്കും പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ ഹന്നായുടെ ദൈവം തണ്ണൂതി മാറ്റും ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ ഹന്നായുടെ ദൈവം കണ്ണൂതി മാറ്റും രാത്രിയിലുള്ള നിന്റെ കരുതലിലും